Good morning everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian and welcome to the Hindu Editorial analysis of 3rd September 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു നമ്മുടെ ലിയ മിസ്സിൻ്റെ ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട്. പക്ഷേ സമയം പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് തുടങ്ങാമെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ലേറ്റായി. എന്നാലും ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല. ഇന്നത്തെ കോട്ട് ഇതാണ്: ലോയൽറ്റി ഈസ് റെയർ. ഇഫ് യു ഫൈൻഡ് ഇറ്റ് കീപ്പ് ഇറ്റ്. ലോയൽറ്റി എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണല്ലേ. നമ്മൾ ലോയലായ ആൾക്കാർ എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിട്ട് കാണുന്നതാണ്. റിലേഷൻഷിപ്പ് നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നത് വളരെ എന്താ പറയുക, അവിചാരിതമായിട്ട് കണ്ടുമുട്ടാം. അതിൽ ലോയൽറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിൽ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ പോലും ലോയൽറ്റി നമ്മൾ മറ്റുള്ളവരോട് കീപ്പ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇഫ് യു ഫൈൻഡ് ലോയൽറ്റി ഇൻസൈഡ് യു ഓർ ഇഫ് യു ഫൈൻഡ് ലോയൽറ്റി ഇൻ സം വൺ, ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് വിട്ട് കളഞ്ഞേക്കരുത്. കീപ്പ് ഇറ്റ് വിത്ത് യു കേട്ടോ. അത് കീപ്പ് ചെയ്തോണം, കളഞ്ഞു കളയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താമസിപ്പിക്കേണ്ട. അപ്പോൾ എല്ലാ ദിവസവും എട്ടരയ്ക്കുള്ള സെഷനാണ് ഡെയിലി എഡിറ്റോറിയൽ സെഷൻ, മൺഡേ ടു സാറ്റർഡേയ്സ്. നാളെ സൺഡേ ആണ്, അപ്പോൾ നാളെ ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. Adda247 പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ ആപ്പ്. ആപ്പിൻ്റെ പ്രത്യേകത ഡെയിലി ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും. പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കൂടെ ആയിരിക്കുക. വളരെ ചെറിയൊരു MP 20 MB ആവശ്യമുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ PDF, ജോബ് അലേർട്ട്സ് അങ്ങനെയുള്ളതെല്ലാം മിസ് ഔട്ട് ആവാതെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ Adda247 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പം എന്താണ്, അത് കൂടാതെ കമ്മ്യൂണിറ്റിയിൽ ടാബിൽ എപ്പോഴും ഡെയിലി ക്വിസസ് നിങ്ങൾക്ക് കാണാം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ കിട്ടും, അതുപോലെ PYQ സെഷൻസ്, അതുപോലെ തന്നെ എഡിറ്റോറിയൽ സെഷനുണ്ട്, കറണ്ട് അഫയേഴ്സ് സെഷനുണ്ട്. എല്ലാ സബ്ജക്റ്റുകളിലും വിവിധ ക്ലാസ്സുകളുണ്ട്. അതിപ്പോൾ ഏത് എക്സാമിന് പഠിക്കുന്നവർക്കും, KS ആയിക്കോട്ടെ, അതിപ്പം SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, സുപ്രീം കോടതിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. മോട്ടിവേഷണൽ വീഡിയോസ്, സ്ട്രാറ്റജി വീഡിയോസ്, എല്ലാ ക്ലാസ്സുകളും. ഓക്കെ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓൾ ഇൻ വൺ ചാനലാണ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് 3-ാം തീയതിയാണ്. ഇന്നത്തെ തംബ്നെയിൽ പ്രിപ്പയർഡ് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഇത് വന്നത്. അപ്പോൾ ഇന്ന് 3-ാം തീയതിയാണ്, സെപ്റ്റംബർ 3-ാം തീയതി. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും, അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി, അതുപോലൊക്കെ നമുക്ക് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ റീഡിങ് എബിലിറ്റി, ജനറൽ അവയർനെസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആൻഡ് നിങ്ങളുടെ ഒബ്വിയസ് ആയിട്ടുള്ള നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും സെഷൻ സെൽഫായിട്ട് കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും, UPSC പഠിക്കുന്നവർക്ക്, KS പഠിക്കുന്നവർക്ക്, അതുപോലെ KPSC പഠിക്കുന്നവർക്ക്, കേരള PSC, SSC, ബാങ്കിങ്, ഇൻഷുറൻസ്, ഏത് മേഖലയിൽ നോക്കുന്നവർക്ക്, സുപ്രീം കോർട്ട്, ദേവസ്വം ബോർഡ്, ഹൈക്കോർട്ട് എക്സാം, എല്ലാത്തിനും പഠിക്കുന്നവർക്ക് വൊക്കാബുലറി എൻട്രി ചെയ്യാനും ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലാസ് അല്ലേ. താമസിപ്പിക്കണ്ടല്ലോ, നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 2 ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മുടെ ക്ലാസ് മറ്റേ ലൈവും കൊണ്ടുപോകുന്നുണ്ട്. യെസ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ ആവണം, മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം അല്ലേ. ഇന്നലെ ഭയങ്കര ന്യൂസായി, വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് INS വിക്രാന്തിനെ പറ്റി. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വിൻഡ് ഇൻ ദ സെയിൽസ് എന്നൊക്കെ പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് ഒരു അടിപൊളിയായിട്ടൊരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് INS വിക്രാന്ത്. എന്താണ് INS വിക്രാന്ത്, എന്താണ് ഇന്ത്യയുടെ ഈ ഒരു INS വിക്രാന്തുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ഒക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ആർട്ടിക്കിൾ. ആൻഡ് രണ്ടാമത്തെ ആർട്ടിക്കിൾ ഈസ് അബൌട്ട് സുപ്രീം കോർട്ടിൽ ബെയിൽ റിജക്റ്റ് ചെയ്ത ഒരാളുടെ എതിരെ സുപ്രീം കോർട്ട് ഇൻ്റർവീൻ ചെയ്തു. പുള്ളി ഈസ് എൻ ആക്ടിവിസ്റ്റ്. അപ്പോൾ ഈ ആക്ടിവിസ്റ്റിന് ബെയിൽ റിജക്റ്റ് ചെയ്തു നമ്മുടെ ഹൈക്കോർട്ട്. അപ്പോൾ ഏത് ഹൈക്കോർട്ടാണെന്നുള്ളതൊക്കെ നമ്മൾ വായിക്കാം. അപ്പോൾ അതിനെതിരെ സുപ്രീം കോർട്ട് ഇൻ്റർവെൻഷൻ ചെയ്തു. ഈയിടെയായിട്ട് സുപ്രീം കോർട്ട് ഇൻ്റർവെൻഷൻ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലോയെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ആ ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വൊക്കാബുലറി നോക്കാം. കുറച്ചധികം വൊക്കാബുലറി ഉണ്ട്. ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് കുറവാണ്. ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ഒക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സിലൊക്കെ തുടങ്ങാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. മഴയൊക്കെ കുറഞ്ഞല്ലോ അവിടെ. അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, സേഫ് ആണല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ എല്ലാവരും. ഉഷാറാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം കേട്ടോ. യെസ്. ഓണം ഇങ്ങോട്ട് എത്തിയല്ലേ എല്ലാവരും. യെസ്, ഗ്രേറ്റ് പീപ്പിൾ. ഗുഡ് മോർണിംഗ്. യെസ്. ഓൾ റൈറ്റ്, പോവാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ
വൺ വേർഡ് പിടിച്ചോ, പുഷ് ബാക്ക്. എന്താ പുഷ് ബാക്ക്? പുഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓർ അൺഫേവറബിൾ റിയാക്ഷൻ ഓർ റെസ്പോൺസ്. നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷനെ പുഷ് ബാക്ക് എന്ന് പറയും. അത് നമ്മളെ എന്താ പറയുക, പിൻവലിപ്പിക്കുന്ന ചിന്താഗതി എന്ന് പറയില്ലേ, റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് എന്ന് പറയില്ലേ, പിൻവലിക്കുന്ന മനസ്സിലായില്ലേ, അതിനെയാണ് നമ്മൾ പുഷ് ബാക്ക് എന്ന് പറയാം. ഓൾറൈറ്റ്, മറക്കരുതേ. പുഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പിൻവലിപ്പിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ഈ ചിന്താഗതിക്കാണ് നമ്മൾ പറയുന്ന നമ്മുടെ എൻ്റെ പേരെന്താ, പുഷ് ബാക്ക് എന്ന് പറയാം. രണ്ടാമത്തത് ഒരു ഇഡിയമാണ്. ഇഡിയം ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഇഡിയമാണ് ബിഹൈൻഡ് ബാർസ്. കേട്ട് പരിചയമുണ്ടല്ലോ. എന്താ പറയുക, അഴിക്ക് പിന്നിൽ, അഴിയിലായി എന്നൊക്കെ പറയില്ല, അഴിയുടെ പിന്നിൽ എന്നൊക്കെ മലയാളത്തിൽ പറയില്ല നമ്മൾ. അതേ സാധനം ഇംഗ്ലീഷിലും പറയും, പക്ഷെ അത് ഫ്രേസൽ വേർബാണ്. ഫ്രേസ് അല്ല, ഐ മീൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. അത് നിങ്ങൾ ഒരിക്കലും ഫോർമൽ ഇംഗ്ലീഷ് എഴുതരുത്. ഹീസ് ബിഹൈൻഡ് ദ ബാർസ്, ഹീസ് ബിഹൈൻഡ് ബാർസ് എന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ഒരിക്കലും എവിടെ ഉപയോഗിക്കാൻ പാടില്ല, ഫോർമൽ റൈറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ബിഹൈൻഡ് ബാർസ് എന്ന് പറഞ്ഞാൽ ഇൻ പ്രിസൺ, അകത്താണ് പുള്ളി എന്നാണ് അർത്ഥം. അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഫോർമലായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഫോർമൽ, ഇറ്റ്സ് ഇൻഫോർമൽ, പ്യൂർലി ഇൻഫോർമൽ ആണ്. മൂന്നാമത്തത് നോക്കിക്കോളൂ, ദാറ്റ് ഈസ് എൻഡോഴ്സ്. എൻഡോഴ്സ് എന്ന വാക്ക്, എൻഡോഴ്സ് എന്ന വാക്ക് ലീഗലി അല്ലെങ്കിൽ ഫോർമലായിട്ട് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്: ഡിക്ലെയർ വൺസ് പബ്ലിക് അപ്രൂവൽ ഓർ സപ്പോർട്ട്. നമുക്കൊരു കാര്യത്തോട് താല്പര്യമാണ്, അപ്രൂവ് ചെയ്യുന്നു, നമ്മൾ ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ടു, അതിനെ നമ്മൾ അപ്രൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അത് പബ്ലിക്കായിട്ട് പൊതുവായിട്ട് എല്ലാവരുടെ മുമ്പിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ്. നമ്മുടെ പബ്ലിക് അപ്രൂവൽ അല്ലെങ്കിൽ പബ്ലിക് സപ്പോർട്ട്, എൻഡോഴ്സ്, പബ്ലിക് സപ്പോർട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയാം. അടുത്ത ജെറ്റിസൺ. എന്താണ് ജെറ്റിസൺ? ജെറ്റിസൺ എന്ന് പറഞ്ഞാൽ ത്രോ ഓർ ഡ്രോപ്പ് സംബഡി ഓർ സംതിങ് ഫ്രം ആൻ എയർക്രാഫ്റ്റ് ഓർ ഷിപ്പ്. ഒരു എയർക്രാഫ്റ്റിൽ നിന്നോ ഷിപ്പിൽ നിന്നോ ഒരാൾ നമ്മൾ പുറത്താക്കുകയാണ്, അല്ലെങ്കിൽ പുറന്തുള്ള അതിന് ജെറ്റിസൺ ചെയ്യപ്പെട്ടു എന്ന് പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ എനിക്കൊന്നു നദാലിനെ പറ്റി അല്ലേ, നമ്മുടെ ബാഡ്മിൻ്റണിലെ നദാലിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. പുള്ളി കഴിഞ്ഞ ദിവസം അല്ല, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം അല്ല, ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 3 months 4 months അഗോ നമ്മൾ പറഞ്ഞിരുന്നു. പുള്ളിക്കാരൻ കോവിഡ് വാക്സിനേഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ പുള്ളിയെ എന്ത് ചെയ്യത്തില്ല, പുള്ളിയെ നമ്മൾ പ്ലെയിനിൽ നിന്ന് പുറത്താക്കി, ജെറ്റിസൺ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ജെറ്റിസൺ ചെയ്യപ്പെടുക മീൻസ് ആക്ട് ഓഫ് ജെറ്റിസൺ നൗണായിട്ടും അതുപോലെ വേർബായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ. ഇതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: നമ്മൾ ഒരാളെ എക്സ്പെൽ ചെയ്യാണ്, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ പുറത്താക്കാണ് ഫ്രം എൻ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു പറയുന്ന ഷിപ്പിൽ നിന്ന്. അപ്പോൾ അത് ഒരാളെ ആകാം, ഒരു വസ്തു ആകാം, സംതിങ് ആകാം, സംബടി ആകാം. അതുകൂടെ ഓർത്ത് വെച്ചോണം, ജെറ്റിസൺ. ഓക്കെ. അടുത്ത മയോപ്പിയ. കേട്ട് പരിചയമുണ്ടായിരിക്കുമല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ടാണ് ക്ലാസ്സസ് വെച്ചെന്ന് ചോദിച്ചാൽ ഐ ടെൽ യു ദാറ്റ് ബിക്കോസ് ഓഫ് മയോപ്പിയ. എനിക്ക് ഷോർട്ട് സൈറ്റഡ്നെസ് ആണെന്ന് പറയും. ഷോർട്ട് സൈറ്റഡ് ആണ് ഞാൻ, ലോങ് ഉള്ളത് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാം. ദാറ്റ് ഇസ് മയോപ്പിയ. ക്വാളിറ്റി ഓഫ് ബീങ് ഷോർട്ട് സൈറ്റഡ്. ഷോർട്ട് സൈറ്റ് ആണെന്ന് പറയുമ്പോൾ അതിനെയാണ് മയോപ്പിയ എന്ന് പറയുക. ഹൈപ്പർമെട്രോപ്പിയ നേരെ തിരിച്ച്, ലോങ് ഉള്ളത് കാണാം, അടുത്തുള്ളത് കാണാൻ പറ്റത്തില്ലാത്ത. സോ മയോപ്പിയ മീൻസ് ക്വാളിറ്റി ഓഫ് ബീങ് ഷോർട്ട് സൈറ്റഡ്. ഇവിടെ ഉള്ളതേ കാണത്തുള്ളൂ വിദൂരമായിട്ട്. അത് ലിറ്ററലി നമ്മുടെ ക്ലിനിക്കൽ കണ്ടീഷൻ മാത്രമല്ല കേട്ടോ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഭാവിയിലുള്ള കാര്യത്തെ പറ്റി യു ആർ നോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ഇനഫ് എന്ന് പറയുന്നതിന് മയോപ്പിയ എന്ന് പറയാം. മയോപ്പിയ മീൻസ് ഭാവിയിലുള്ള കാര്യത്തെപ്പറ്റി, അതിൻ്റെ അനന്തരഫലങ്ങളെപ്പറ്റി നമ്മൾ ഇറ്റ്സ് നോട്ട് ബോതേർഡ് അറ്റ് ഓൾ. ആ ഒരു അർത്ഥവും ഈ പറഞ്ഞ മയോപ്പിക്ക് ഉണ്ട് കേട്ടോ, അത് ഓർത്തോളാം. അടുത്തത് കീപ് ദ പോട്ട് ബോയിലിംഗ്. കീപ് ദ പോട്ട് ബോയിലിംഗ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കീപ് ദ പോട്ട് റോയിലിംഗ് എന്നൊക്കെ പറയും. കീപ് ദ പോട്ട് ബോയിലിംഗ്, കീപ് ദ പോട്ട് റോളിംഗ് എന്നൊക്കെ പറയും. അടുത്ത ഇത്രേ ഉള്ളൂ: എൻഷുർ ദാറ്റ് ദ പ്രോസസ് ഡസൻറ്റ് എൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദ പ്രോസസ് സ്റ്റിൽ ആക്റ്റീവ്, ഇപ്പോഴും ആക്റ്റീവായിട്ട് എൻഗേജിംഗ് ആയിട്ട് ഒരു പ്രോസസ്സിനെ നമ്മൾ കൊണ്ടുപോകൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോഴും ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക, തിളച്ചുകൊണ്ടിരിക്കുക, സംഭവം കെട്ടടങ്ങിയിട്ടില്ല എന്ന് പറയില്ലേ, അതിനെ നമ്മൾ പറയുന്നതാണ് കീപ് ദ പോട്ട് ബോയിലിംഗ്. എൻഷുർ ദാറ്റ് ദ പ്രോസസ് ഈസ് ആക്റ്റീവ് ആൻഡ് എൻഗേജിങ്, ഇപ്പോഴും സംഭവം നടന്നുകൊണ്ടിരിപ്പുണ്ട്, സംഭവത്തിൽ വരെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല എന്ന് പറയില്ലേ, അതിനെയാണ് കീപ് ദ പോട്ട് ബോയിലിംഗ് അല്ലെങ്കിൽ കീപ് ദ പോട്ട് റോളിംഗ് എന്ന് പറയാൻ പറ്റുക. ഓർത്തോണം കേട്ടോ, കീപ് ദ പോട്ട് റോളിംഗ് അല്ലെങ്കിൽ കീപ് ദ പോട്ട് ബോയിലിംഗ്. രണ്ടും മീനിങ് ഉണ്ട്, രണ്ട് സാധനവും ഒരു മീനിങ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. അടുത്ത വാക്ക് ഫ്രേസ് ഓഫ് ദ ഡേ. ഇന്നത്തെ ഇഡിയത്തിൻ്റെ ഫ്രേസ് ഇതാണ്. ഇനിയും ഇത് ഇറ്റ്സ് എ ഫ്രേസ് ഓഫ് ദ ഡേ. ഇന്നത്തെ എഡിറ്റോറിയൽ ടൈറ്റിൽ ഇതാണ്: പുട്ട് ദ വിൻഡ് ഇൻ ദ സെയിൽസ്. പുട്ട് ദ വിൻഡ് ഇൻ ദ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേക്ക് സംബഡി ഫീൽ മോർ കോൺഫിഡൻറ്റ് ടു ഡു സംതിങ്. മേക്ക് സംബഡി ഫീൽ മോർ കോൺഫിഡൻറ്റ് ടു ഡു സംതിങ്. ഒരാളെ നമ്മൾ കുറച്ചൊരു കോൺഫിഡൻറ്റ് ആക്കുകയാണ്, ഇത് ചെയ്യാൻ വേണ്ടി നിന്നെ കൊണ്ട് പറ്റൂടാ, യു ക്യാൻ ഡു ഇറ്റ്, അല്ലേ, യു ക്യാൻ ഡു ഇറ്റ്, നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കോൺഫിഡൻറ്റ് ആക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് പുട്ടിങ് ദ വിൻഡ് ഇൻ ദ സെയിൽസ് എന്ന് പറയാം. കേട്ടല്ലോ, ഓർത്തോണം കേട്ടോ. പുട്ടിങ് ദ വിൻഡ് ഇൻ ദ സെയിൽസ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഓക്കെ.
At home is behind bars. Okay, all right. വീട്ടിലിരിക്കുന്ന പ്രസന്റിൽ വരുന്ന പോലെയാണോ മെർലിൻ? കൊള്ളാലോ. His pushing back was as they prejudiced him as a pushing back was as they എന്താ അവിടെ ഒരു മീനിങ് ഇല്ലല്ലോടാ. his pushback was എന്നോട് കൊടുക്കുക. his pushback was prejudiced ചെയ്യപ്പെട്ടു as he was taciturn എന്നോ അങ്ങനെ കണ്ട് കൊടുക്കണം, എന്നാലേ മീനിങ് ഫുൾ ആവത്തുള്ളൂ. സെന്റൻസിന് പ്രശ്നമുണ്ടല്ലോ ഷമാസേ. ബിഹൈൻഡ് ദ ബാർസ് എന്ന് വരുമോ? ഒരു ജസ്റ്റ് ബിഹൈൻഡ് ബാർ ആണോ? ബിഹൈൻഡ് ബാർസ് ആണ് കേട്ടോ, ബിഹൈൻഡ് ദ ബാർസ് അല്ല, ബിഹൈൻഡ് ബാർസ് ആണ്. ബിഹൈൻഡ് ബാർസ് കേട്ടോ, സോറി ഞാനത് പറഞ്ഞപ്പോൾ മാറിപ്പോയി അല്ലേ. ബിഹൈൻഡ് ബാർസ് ആണ്, ബിഹൈൻഡ് ദ ബാർസ് അല്ല, ബിഹൈൻഡ് ബാർസ് ആണ്. സോറി ഫോർ ദാറ്റ്. യെസ്, ഓക്കെ. അടുത്തത്, വൈൽ ടേക്കിംഗ് എ ഡിസിഷൻ പുഷ് ബാക്ക് ഇസ് എ കോമൺ തിങ്. യെസ് ഇറ്റ് ഇസ് അല്ലേ. ഗുഡ് മോർണിംഗ് മോഹൻ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് അഗൈൻ. കുറേ നാളായല്ലോ. ഇ.പി. ജയരാജൻ ഹിംസെൽഫ് ജെറ്റിസൺ ഫ്രം ഇൻഡിഗോ. അപ്പം ഇങ്ങനെ കൊടുക്കണം, അതിലൊരു ചെറിയ വ്യത്യാസം. ഇ.പി. ജയരാജൻ ജെറ്റിസൺഡ് വേർബ് കൊടുക്കണ്ടേ. അപ്പോൾ ഇ.പി. ജയരാജൻ ഒരാളല്ലോ, അപ്പോൾ പാസ്റ്റ് ടെൻസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് കൊടുക്കായിരുന്നു. പക്ഷേ നീ ഇത് കൊടുക്കുമ്പോൾ നിനക്ക് കൊടുക്കാം പാസ്റ്റ് ടെൻസ് നടന്നു എന്നുള്ളത്. ഇ.പി. ജയരാജൻ ജെറ്റിസൺഡ് ഹിംസെൽഫ് ഫ്രം, തന്നെ പുറന്നായി പുള്ളി, ഫ്രം. ജെറ്റിസന്റെ പാർട്ട് ഓഫ് സ്പീച്ച് കിട്ടിയില്ലേ. വേർബായിട്ട് ഉപയോഗിക്കാം, നൗൺ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഹിസ് നോട്ട് ഓൺ ദ ഡോക്ക് നൗ. ഡോക്ക് അല്ലടാ, ഡെക്ക് തലപ്പത്ത്. ഹിസ് നോട്ട് ഓൺ ദ ഡെക്ക് നൗ. ഹീസ് പുട്ട് ബിഹൈൻഡ് ബാർസ്. ഹീസ് പുട്ട് ബിഹൈൻഡ് പറയില്ല. അവൻ ബാറിലായിപ്പോട്ടെ ഇൻ പ്രസന്റ്. ഹീസ് ബിഹൈൻഡ് ബാർസ്, അവിടെ പുട്ട് വേണ്ടടാ, ഹീസ് ബിഹൈൻഡ് ബാർസ് മതി കേട്ടോ. ആസ് ഹീസ് ഷോർട്ട് ടെമ്പേർഡ്. അതിലെ തുടങ്ങിയുള്ളൂ, കുഴപ്പമില്ല, തുടങ്ങിയുള്ളൂ. ജോജു ടി വേഴ്സസ് വരുൺ പ്രഭാകർ കേസ് ഇസ് സ്റ്റിൽ ബോയിലിംഗ് അമംഗ് പോലീസ് ഓഫീസേഴ്സ്. യെസ് ഇറ്റ് ഈസ്. ഹി ഓൾവേസ് ഗിവ്സ് പുഷ് ബാക്ക് വെൽ ഐ എം ടോക്കിംഗ് അബൌട്ട് സംതിങ് ഗ്രേറ്റ്. ഹായ് ഉമ്മ, എത്ര ആളെ ഇപ്പൊ കണ്ടിട്ട്? കുറച്ചായല്ലോ. എൻഡോഴ്സിംഗ് ദ ഒപ്പീനിയൻ ഓഫ് വൺ ഓഫ് ദി പാർട്ടി മെമ്പേഴ്സ്, ദ ഡിസിഷൻ വാസ് മെയ്ഡ് വിച്ച് ഡിസ്പേഴ്സ്ഡ് എ പുഷ് ബാക്ക് ഇൻ ദി എൻ്റയർ സൊസൈറ്റി. മെയ്ഡ് കഴിഞ്ഞിട്ട് കോമയുടെ ആവശ്യമില്ല, പക്ഷെ ആദ്യത്തെ കോമ ഇസ് റൈറ്റ്, കറക്റ്റ് ആണ് കേട്ടോ. ജെയ്സൺ സ്റ്റാഥം jettisoned himself out of the airplane with the help of a parachute. Yes, that's great. Parachute അല്ലേ, അതൊക്കെ സെറ്റാണ്. പക്ഷെ അവിടെ വീണ്ടും പ്രശ്നമുണ്ട്. ജെയ്സൺ സ്റ്റാഥം എന്ന് പറയുന്നത് ഒരു സിംഗുലർ അല്ലെ, പേഴ്സൺ ആണ്, സിംഗുലർ നൗൺ ആണ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ വേർബ് കൊടുക്കണം. അപ്പോൾ ജെയ്സൺ സ്റ്റാഥം ജെറ്റിസൺസ് ഹിംസെൽഫ് ഓർ ജെറ്റിസൺഡ് പാസ്റ്റ് ടെൻസ് കൊടുത്താലും കുഴപ്പമില്ല. വേർബ് സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഇത്, അറിയാലോ, അതാണല്ലോ റൂള്. കോൺകോഡ് അതാണ്. സോ ഫസ്റ്റ് റൂൾ ഓഫ് കോൺകോഡ് ആണ് സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണേ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അഭിനയ, സഫീറ ഗുഡ് മോർണിംഗ്. സോനലിനെ കണ്ടായിരുന്നു കേട്ടോ, സോനലെ ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ വെൽക്കം എവ്രി വൺ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് വൺ വേർഡ്സ്. പുഷ് ബാക്ക്, ബിഹൈൻഡ് ബാർസ്, എൻഡോഴ്സ്, ജെറ്റിസൺ, മൈപ്യ, കീപ് ദി ബോട്ട് റോളിംഗ് ഓർ കീപ് ദ ബോട്ട് ബോയിലിംഗ്, അതുപോലെ തന്നെ പുട്ട് ദ വിൻഡ് ഇൻ ദ സെയിൽസ് എന്നുള്ളത്. ഇത് ഓർത്തിച്ചോളാം. നമുക്ക് പോവാം ഇന്നത്തെ വേർഡ്സിലോട്ട്. അപ്പോൾ നമുക്ക് 15% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുള്ള കാര്യം മറക്കണ്ട. കോഡും മറക്കണ്ട, Y314Y 314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് എന്തായാലും പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് 15% ഡിസ്കൗണ്ടോട് കിട്ടും. ഡിഗ്രി പ്രിംസിൻ്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റൻ ഡിസ്കഷൻ ബാച്ച് തുടങ്ങുവാണ് നമ്മൾ. കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ഇനി അവസാന എന്താ പറയുക, ഒരു ലാസ്റ്റ് ലാബ് പ്രിപ്പറേഷനാണ്. പഠിച്ച് പകുതിയൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞു, തിയറി പാർട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് പ്രാക്ടിക്കൽസ് ആവാം എന്ന് റെഡി ആണെങ്കിൽ, ഐ യു റെഡി ഫോർ ദിസ് ചാലഞ്ച് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റൻ പ്രിപ്പറേഷൻ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യും, ഡിസ്കസ് ചെയ്യാം. 1500 ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പ്ലസ് റെലവൻറ്റ് ഫാക്റ്റുകൾ കൂടി. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 111 hours ക്ലാസ്സാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ 1.5 മണിക്കൂറിൻ്റെ കേട്ടോ. അപ്പോൾ അതുകൂടാതെ നിങ്ങൾ ഡെയിലി നമ്മൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്ന. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് MCQs. കാരണം ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് വരും. അതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുക്കണം. അത് സ്റ്റേറ്റ്മെന്റ് MCQs ആണെങ്കിലോ, അല്ലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ്, അല്ലെങ്കിൽ എന്താണ് പറയുക, നമുക്ക് ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആകാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാകാം, ഒന്നുകിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഈ പറയുന്ന പോലെ ക്രോണോളജിക്കൽ ബേസിസിലുള്ള ക്വസ്റ്റൻസ് ആകാം. എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ പക്ക പ്രിപ്പയർ ആക്കുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുകൂടാതെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്,
അസ്ത്ര 2.0 നമ്മുടെ SSCയുടെ ബാച്ച് CGL CHSL MTS വേണ്ടിയുള്ള പക്ക ബാച്ചാണ്. 5 മാസത്തെ കോഴ്സാണ്. ജൂലൈ 1 തുടങ്ങി. പക്ഷേ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇപ്പോഴും നമ്മുടെ ക്ലാസ് തീർന്നില്ല, ബിക്കോസ് 5 മാസമാണ്. നവംബർ മാസം അത് തീരത്തുള്ളൂ. ശരിക്കും തിങ്കൾ, ബുധൻ ആൻഡ് വെള്ളി, ശനി ദിവസങ്ങളാണ് ക്ലാസ്സിൽ പോവുക. 2300 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും. നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും Y314 എന്ന കോഡ് ഉപയോഗിക്കാം. Y314 എന്ന കോഡ് ഉപയോഗിച്ച് 17% ഡിസ്കൗണ്ടിൽ കോഴ്സ് എടുക്കാം. കാര്യം ഇത്തവണത്തെ സെൻട്രൽ എക്സാംസിനൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ച് അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. കാര്യം ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദ ലിസ്റ്റ് ഇസ് ഹൈ. ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അത് എപ്പോഴും പറയും, ചാൻസ് എടുക്കാതിരിക്കരുത് പ്ലീസ്, കേട്ടോ. മൂവിങ് ഓൺ. യെസ്, അടുത്ത വാക്ക് നോക്കിയേ. ആദ്യത്തെ വേർഡ് റിബഫ്. ഇന്നലെ റിബഫ് എന്ന വാക്ക് ഞാൻ നമ്മുടെ വൺ വേർഡ് ഇട്ടപ്പോൾ അല്ലെ, ഇന്നലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ് ഞാൻ ചെയ്യിപ്പിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ചാനലിൽ നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യിപ്പിച്ചപ്പോൾ നിങ്ങൾ റിബഫ് കണ്ടായിരിക്കും അല്ലെ. റിബട്ട്, റിബഫ് എന്നൊക്കെ ഞാൻ ഇട്ടിരുന്നു എന്താണ് ഓപ്ഷൻസിൽ. വൺ വേർഡ് കണ്ടില്ലോ. അപ്പൊ എന്താ പറഞ്ഞില്ലത് ഇന്നത്തെ റിബഫ് വന്നിരിക്കുന്നത്. എന്തൊരു കോയിൻസിഡൻസ്, എന്താ ചെയ്യുക അല്ലെ. നോക്കിയേ, റിബഫ് എന്ന് പറഞ്ഞാൽ റിജക്ഷൻ, നൗണായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സ്നബ്, അതേ സാധനത്തിന് വേർബായിട്ട് ഉപയോഗിക്കുക. സെയിം മീനിങ് ആണ്. റിജക്ട് ചെയ്യുക, ടേൺ ഡൗൺ ചെയ്യുക, സ്പോൺ ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക അല്ലെ. ഡിക്ലൈൻ ചെയ്യുന്നത് നമ്മൾ റിജക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. സെയിം സാധനം. റിബഫ് എന്ന വാക്ക് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. പനിയായിരുന്നോ? ഓക്കെ. ഇപ്പൊ കുറഞ്ഞോ? ഉഷാറായോ? Panchayat authorities have made an ad hoc committee to keep the pot boiling regarding the vaccination of kids below 5 years during the pandemic. That's a great sentence, Merlin. Very good. All right. Yes, the file was pushed back as vital information was missing. All right. അവിടെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ജിനു ഇറ്റ്സ് ഫ്രേസൽ വെർബ് അല്ലെങ്കിൽ പുഷ് ബാക്ക് ഒറ്റ വാക്കാണ്. ഇറ്റ്സ് വൺ വേർഡ് കേട്ടോ. അത് നൗൺ ആണ്. രാജു ജെറ്റിസൺസ് എ പേപ്പർ പ്ലെയിൻ ഫ്രം എ ഹെലികോപ്റ്റർ. പുറത്താക്കിയെന്നോ? അവിടെ ജെറ്റിസൺ എന്ന് പറയില്ലടാ. കാരണം പേപ്പർ പ്ലെയിൻ നമ്മൾ ഫ്ലൈ ചെയ്യിപ്പിച്ചു എന്നേ പറയത്തുള്ളൂ. അവിടെ ജെറ്റിസൺ ചെയ്യിപ്പിക്കുക, പുറത്താക്കുക എന്നർത്ഥം കേട്ടോ. സോൾ മ്യൂസിക്സ് നമ്മൾ എന്താ പറയുന്നത്? പുറത്താക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു കാർഗോ ഒക്കെ പുറത്താക്കുക എന്ന് പറയും നമുക്ക് കേട്ടോ. കഴിഞ്ഞ സ്ലൈഡിൽ ഒരു ചെക്കൻ ബുക്ക് പിടിച്ച് നിൽക്കുന്നതിൻ്റെ താഴെ, അത് മത്ലബ് അല്ലേ. ജെറ്റിസൺ ഓഫ് സിൽവർ ഐ ഡൈഡ് വിൽ റിസൾട്ട് ഇൻ ക്ലൗഡ് സീഡിങ്. ഇല്ലില്ല, അവിടെ ജെറ്റിസൺ എന്ന് പറയില്ല. ജെറ്റിസൺ എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്ന് പറയാം. പുറത്താക്കുക ഓഫ് ഇത്, അതും ഷിപ്പിൽ നിന്ന് പുറത്താക്കുമ്പോഴോ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ നിന്നോ പ്ലെയിനിൽ നിന്നോ ഒക്കെ പുറത്താക്കുവാണ് എന്തെങ്കിലും കാരണം കൊണ്ട്. ഇപ്പം നമ്മുടെ പാസ്പോർട്ടിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പുറത്താക്കിയല്ലേ. അതുപോലെ എന്താണ് സ്വർണ്ണമൊക്കെ കടത്തുന്നുണ്ട്, ആ സ്വർണ്ണം പുറത്താക്കില്ലേ, അവിടെ നിന്ന് പിന്നെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ലേ. ആ സാധനത്തിന് ജെറ്റിസൺ എന്ന് പറയാം കേട്ടോ. അപ്പം ഇത് അതിന് തെറ്റാ. കോഴ്സൊക്കെ വില കൂടിയിട്ടോ റജിൻ. കോഴ്സിന്റെ അവേഴ്സും കൂടി ഇപ്പോൾ കേട്ടോ. കോഴ്സിന്റെ അവേഴ്സും കൂടി. മാത്രമല്ല കോഴ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക വർക്ക് ഇതായിട്ടുണ്ട്, കൂടിയിട്ടുമുണ്ട്. അതാണ് ദ ഡ്രോവർ ഓഫ് ദി ചെക്ക് ക്യാൻ, ഡ്രോവർ ആയിരിക്കും അല്ലേ, ദ ഡ്രോവർ ഓഫ് ദ ചെക്ക് ക്യാൻ എൻഡോസ് ഇറ്റ് ആൻഡ് ട്രാൻസ്ഫർ ടു അനദർ പേഴ്സൺ. ഓൾ റൈറ്റ്. ഡ്രോന്റെ സ്പെല്ലിംഗ് DRAWER ആ ഡ്രോവർ അപ്പോൾ പറയുമ്പോൾ കേട്ടോ. അതാണ് ഡ്രോയിങ് ഓഫ് ചെക്ക് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ. ഒരു സെക്കൻഡ്. Yeah. Yes. Then Mohanlal arrived at Ganesh Kumar's place to endorse for his election during last election. Yes, ആണ്. The thought of being jettisoned made him angry. That's great. അവിടെ കോമ വേണ്ട ജിനു. പങ്ക്ച്വേഷൻ അവിടെ ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ അത് സെറ്റാ. Yes. CPIM party endorses M.E. Govindhan as a party secretary of his party. That's great. Aspirants should ensure that the studies keep boiling to crack the exams. That's great, Sonal. ക്ലാസ്സിന് പുറത്ത് ആകുന്ന ഈ ജെറ്റിസൺ പറയോ? ഇല്ലില്ല, അത് ക്ലാസ്സിന് പുറത്തെന്ന് പറയുമ്പോൾ എക്സ്പെൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു നീ. അത് കുഴപ്പമില്ല, അവിടെ പറയില്ല. ജെറ്റിസൺ അല്ല. ഡു യു നോ എൻഡോഴ്സ്മെന്റ് ഈസ് എ കോമൺ ടേം യൂസ്ഡ് ഇൻ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്? യെസ്, എൻഡോഴ്സ്മെന്റ് ആണല്ലേ. ദ ad hoc committee formed to sabotage the mission was rebuffed by the public. That's great. Life is sometimes in behind bars അല്ലടാ. ഇൻ ബിഹൈൻഡ് വരെ ഇന്നെന്ന് പറയുന്നത് എന്താ? പ്രിപ്പോസിഷനാ. ബിഹൈൻഡും പ്രിപ്പോസിഷനാ, അങ്ങനെ പറയില്ല. ഇൻ പ്രിസൺ അതിന്റെ മീനിങ് ആ ബിഹൈൻഡ് ബാർസ്. ലൈഫ് ഇസ് സംടൈംസ് ബിഹൈൻഡ് ബാർസ് എന്ന് പറയട്ടോ. അപ്പൊ അത് കറക്റ്റാ. യൂണിയൻ ഗവൺമെന്റ് ഹാസ് എൻഡോഴ്സ് ഫ്രം പബ്ലിക് ഓൺ ദി മാറ്റർ ഓഫ് CAA. യൂണിയൻ ഗവൺമെന്റ് ഹാസ് ബീൻ എൻഡോഴ്സ്ഡ് കേട്ടോ. എൻഡോഴ്സ് എൻഡോഴ്സ് ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ ആദർശ എന്ത് കൊടുക്കണം? അതിനെ പാസിവൈസേഷൻ കൊടുക്കുക. യൂണിയൻ ഗവൺമെന്റ് ഹാസ് ബീൻ എൻഡോഴ്സ്ഡ് എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് എന്തോ കാര്യം എൻഡോഴ്സ് ചെയ്തു എന്ന് കൊടുക്കണം. യൂണിയൻ ഗവൺമെന്റ് ഹാസ് എൻഡോഴ്സ്ഡ് സംതിങ്. എന്താ കൊടുത്തേ? സാങ്ഷനോ അല്ലെങ്കിൽ അതോറിറ്റിയോ എന്തെങ്കിലും ഒരു നൗൺ അവിടെ കൊടുക്കണം. ട്രാൻസിറ്റീവ് വേർബ് എൻഡോഴ്സ് കേട്ടോ. ദ ലീഡർ സ്പേൺ മൈ സജഷൻ ടു അപ്പോയിന്റ് ആൻ ഇന്ററിം ലീഡർ. ദാറ്റ്സ് ഗ്രേറ്റ്. All right. My application for visa
extension rebuffed following some issues regarding terrorism in Mumbai. That's great sentence. Moving on, stiff. വളരെ സ്റ്റിഫാണെന്ന് പറയില്ല നമ്മൾ. സ്റ്റിഫ് ആണെങ്കിൽ റിജിഡ് ആണ് അല്ലേ, സ്റ്റിഫ് ലോസ് ആണ്. ഇവിടുത്തെ ലോസ് ഭയങ്കര സ്റ്റിഫാണ് പറയും. റിജിഡ് ആണ്, ഹാർഡ് ആണെന്നൊക്കെ നമുക്ക് പറയാം, ഫേം ആണ് പറയാം. അതേപോലെ റിജിഡിന് വേറെ അർത്ഥം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഹാർഷ് അല്ലെങ്കിൽ സിവിയർ എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പം ഇത് കൃത്യമായിട്ട് ഓർക്കുക. അടുത്ത വാക്ക് നോക്കിയേ, ഇന്ററിം. എന്താ ഇന്ററിം? നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഇന്ററിം മീൻസ് മീൻ ടൈം ഇന്റർവെൽ അല്ലേ. ഇന്റർവെൽ മീൻ ടൈം എന്ന് പറയും. അല്ലാതെ അഡ്ജക്റ്റീവ് ആയിട്ട് പറയുമ്പോഴോ പ്രൊവിഷണൽ എന്ന് പറയാം അല്ലേ. പ്രൊവിഷണൽ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ടെമ്പററി അല്ലേ. ഇറ്റ്സ് ടെമ്പററി എന്നും പറയാം. താൽക്കാലികമായിട്ടുള്ള എന്നുള്ള അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട്. പ്രൊവിഷണൽ അല്ലെങ്കിൽ മീൻ ടൈം ഇന്റർവെൽ എന്ന് പറയാം. യെസ് യെസ് യെസ്. രചന, ഹായ് രചന, യു ആർ ന്യൂ, വെൽക്കം ടു ദ ക്ലബ്. എന്താ പറയാ, ഇൻട്രസ്റ്റിംഗ് ആണോ? ഐ എം സോ ഓണേർഡ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കമ്മ്യൂണിറ്റി, ഇവിടെ കൂടെയുള്ള കുട്ടികൾ ഭയങ്കര പവർഫുൾ ആണ്, അടിപൊളി പിള്ളേരാണ്. അപ്പോൾ യു വിൽ റിയലി ലവ് ദ കമ്പനി കേട്ടോ. യു വിൽ റിയലി ലവ് ദ കമ്പനി. യെസ്. Her stiff and stern decision making helped the company from being bankrupt. All right, that's great sentence. Moving on. അടുത്ത പിടിച്ചോ. സ്റ്റൗട്ട്ലി. സ്റ്റൗട്ട് അറിയാലോ, തക്കുടുവാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഹി സ്റ്റൗട്ട്, അവൻ ഫാറ്റ് ആണ്, ഇച്ചിരി തക്കുടുവാണ്, ഉരുണ്ടിരിക്കുന്ന ഒരാളെയാണെങ്കിൽ നമുക്ക് സ്റ്റൗട്ട് പറയും. അതൊന്നുണ്ട്. അതല്ലാതെ സ്റ്റൗട്ട് ആണെങ്കിൽ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. സ്റ്റൗട്ട് മീൻസ് ഡിറ്റർമിൻഡ് ആണ്, സ്ട്രോങ് ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ സ്റ്റൗട്ട്ലി എന്ന് പറയുമ്പോൾ ഒരു കോമ ഇടാൻ വിട്ടുപോയല്ലോ. ഷെടാ. സ്ട്രോങ്ലി, ഫിയർലെസ്ലി, ഡോൺലെസ്ലി, ഫേംലി. സ്റ്റൗട്ട്ലി ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറയില്ലേ. അത് സുപ്രീം കോടതി സ്റ്റൗട്ട്ലി ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറയും. മെയ്ഡ് ദ ഡിസിഷൻ സ്റ്റൗട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താ പറയുക, ഡിക്ലയർഡ് ദ ബെയിൽ അല്ലെങ്കിൽ റിജക്റ്റഡ് ദ ബെയിൽ സ്റ്റൗട്ട്ലി എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രോങ്ലി, ഫിയർലെസ്ലി, ഡോൺലെസ്ലി എന്നൊക്കെ നമുക്ക് പറയാം. കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, LY വാക്കുകൾ അഡ്ജക്റ്റീവിന്റെ കൂടെ വന്നാൽ ദാറ്റ് ഈസ് ആൻ അഡ്വർബ്. സ്ട്രോങ്ലി, ഫിയർലെസ്ലി, ഡോൺലെസ്ലി, ഫേംലി എന്ന് കണ്ടോ. ദാറ്റ്സ് ഈസ് എന്ത്, സ്റ്റൗട്ട്ലി. കോട്ടെ. അടുത്ത വാക്ക് ഈസ് അലക്രിറ്റി. കുറെ നാൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അലക്രിറ്റി. അലക്രിറ്റി എന്ന് പറഞ്ഞാൽ ഈഗർനെസ് അല്ല, നമ്മുടെ ഒരു താല്പര്യമല്ല, നമുക്ക് വല്ലാത്തൊരു താല്പര്യം. റെഡിനെസ്, വില്ലിങ്നെസ്, അതിനാണ് അലക്രിറ്റി. His alacrity towards the classes is amazing, impressive എന്നൊക്കെ പറയും. അവൻ്റെ ഒരു ഈഗർനെസ് ഒന്ന് കാണണം കേട്ടോ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് അലക്രിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. Rebuff of anticipatory bail order passed by the court leads to controversy. That's great sentence. The interim government did well in curbing criminal activities. That's great. പിള്ളേരെ 40+ വ്യൂവേഴ്സ് ആണ് ലൈവിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഫ് യു ലൈക്ക് ദ സെഷൻ, ഇഫ് ഇറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ ടു യു കേട്ടോ, നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലെറ്റ്സ് മൂവ് ഓൺ അല്ലേ, നമുക്ക് മുന്നോട്ട് പോകാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. യെസ്. Stiff decision always shows his attitude clearly. All right. At last, Honorable Supreme Court granted interim bail to activist Teesta Stella Wad. Yes. Seethal Wad. Yes. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആരതി. അത് തന്നെ. I was rebuffed by the interview panel of the company because of my stiff attitude towards them. നീ അവരോട് stern ആയിട്ട് സംസാരിച്ചു എന്ന്, റിജിഡ് ആയത്, ഹാർഷ് ആയിരുന്നു എന്ന്. കൊള്ളാം മോഹൻ. That's great sentence. Court rebuffed the interim bail of the accused. That's great. Moving on to next set. പെർസ്യൂ. നമ്മൾ പറയില്ലേ പെർസ്യൂ ചെയ്യുക, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. പെർസ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നൗൺ ആണെങ്കിൽ പെർസ്യൂ ആണ് നമ്മുടെ അഡ്ജക്റ്റ് അല്ല വേർബ് അല്ലേ. അപ്പോൾ പെർസ്യൂട്ടിൻ്റെ ആണ് കേട്ടോ ഓർത്തോണം. പെർസ്യൂട്ടിൻ്റെ സ്പെല്ലിംഗ് എന്നാ, പെർസ്യൂട്ടിൻ്റെ സ്പെല്ലിംഗ് PURSUIT. പെർസ്യൂട്ട് ആണ്, ഇറ്റ്സ് നൗൺ അല്ലേ. പെർസ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, നമ്മുടെ ക്വസ്റ്റ് ആണ്, നമ്മുടെ ത്വര അല്ലേ, നമ്മുടെ സെർച്ച്. പെർസ്യൂട്ട് ഇസ് യു ആർ ഫോളോയിങ് സംതിങ്. എന്താ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, നീ എന്തോ കണ്ടുപിടിക്കണം, നിന്റെ ക്വസ്റ്റ് ആണ്, അതിനെയാണ് പെർസ്യൂട്ട് എന്ന് പറയുക അല്ലേ. ക്വസ്റ്റ്, സെർച്ച് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ പെർസ്യൂട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ യുവർ ഹോബി, യുവർ എന്തൊക്കെ പറയാം ആ സാധനത്തിനാണ് പെർസ്യൂട്ട് പറയാം. അപ്പോൾ പെർസ്യൂ തന്നെ ഫോളോ ചെയ്യുക, ഗോ ആഫ്റ്റർ സംതിങ്, ചേസ് ചെയ്യുക, ഹണ്ട് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. ദാറ്റ് ഈസ് പെർസ്യൂ. ഓർത്തോണം പെർസ്യൂ എന്നുള്ള വാക്ക്. അടുത്ത അലിഗേഷൻ. അലജെന്ന വാക്കില്ലേ, നൗണില്ലേ, വേർബില്ലേ, അതിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് അലിഗേഷൻ. അലജിയ ക്ലെയിം ചെയ്യാന്ന് തന്നെയാണ്, വേർബാണ്, അത് പഠിച്ചിട്ടുണ്ടല്ലേ. അതിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് അലിഗേഷൻ. അലിഗേഷൻ മീൻസ് ക്ലെയിം ചെയ്യാല്ലേ, ഇറ്റ്സ് എ ക്ലെയിം, ആർഗ്യുമെന്റ് ഓർ അസേർഷൻ, ഡിക്ലറേഷൻ, സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയാം നിങ്ങൾക്ക് കേട്ടോ. അതാണ് അലിഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം, നൗണ്. പിന്നെ ഫംഗ്ഷണറി. ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഇവിടെ എന്ന് പറയില്ലേ. ഫംഗ്ഷണറി എന്ന് പറഞ്ഞാൽ ആരാ, ഒഫീഷ്യലിനെയാണ് ഫംഗ്ഷണറി. അല്ലെങ്കിൽ ഓഫീസ് ബെയറർ, ഓഫീസ് ഹോൾഡർ എന്നൊക്കെ പറയില്ലേ, അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറയാം നമുക്ക്. അതിനാണ് ഫംഗ്ഷണറി എന്ന് പറയാം കേട്ടോ. നൗൺ ആണ്, വേർബ് ഒന്നും അല്ല. ഫംഗ്ഷണറി അഡ്ജക്റ്റീവ് അല്ല, ഇറ്റ്സ് നൗൺ. ഓർത്തോണം, ഫംഗ്ഷണറി ഒരു നൗൺ ആണ്. ഹീസ് എ ഫംഗ്ഷണറി ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് അല്ലെ. ഇയാളാണ്, ഈ ഒഫീഷ്യലാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾ എന്ന് പറയില്ലേ, ആ ഫംഗ്ഷണറി, ദാറ്റ് ഈസ് ഒഫീഷ്യൽ കേട്ടോ. അടുത്ത ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗുജറാത്തിലെ പോഗ്രോമിനെ പറ്റി നമ്മൾ പറഞ്ഞു. പോഗ്രോം മീൻസ്
എന്താണ് മാസക്കർ. മാസക്കർ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? കൂട്ടക്കൊല എന്ന് പറയില്ലേ, അതിനാണ് മാസക്കർ പറയാം. മാസ് മർഡർ, സ്ലോട്ടർ, കാർണേജ്, പോഗ്രം. പോഗ്രമിന്റെ പല വാക്കുകൾ പഠിച്ചോ. മാസക്കർ, സ്ലോട്ടർ, മാസ് മർഡർ, കാർണേജ്. അതാണ് നമ്മൾ പറയുന്ന കൂട്ടക്കൊല എന്ന് പറയില്ലേ. നമ്മൾ പറയില്ലേ ജാലിയൻ വാലാബാഗ് മാസക്കർ, അതേപോലെ ഗുജറാത്ത് മാസക്കർ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഈ പറയുന്ന പോഗ്രോമാണ് കേട്ടോ. ഗുജറാത്ത് പോഗ്രോം എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാറുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുവാണ്. ലെറ്റ്സ് മൂവ്. അടുത്തത് ഇന്റന്റ്. ഇന്റന്റ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, INTENT ആണെങ്കിൽ അഡ്ജക്റ്റീവും നൗണും മാത്രമാണ്. എന്നാൽ ഇതേ സാധനത്തിനെ നമുക്ക് ഉപയോഗിക്കാം INTEND ആയിട്ട് ഉപയോഗിക്കാം എങ്കിൽ ദാറ്റ് ഇസ് വേർബ്. സെയിം സാധനത്തിന്റെ വേർബാണ് ഇന്റന്റ്. എന്താ ഇന്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റന്റ് ചെയ്യുക, ഐ ഡിഡ്ന്റ് മീൻ ടു അല്ലെ, മീൻ ചെയ്യുക, എയിം ചെയ്യുക അല്ലെ, പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറയാം വേർബ്. ഓക്കെ, ദാറ്റ് ഇസ് ഇന്റന്റ്. വേർബ് ആണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ മറ്റേ ഇന്റന്റ് എന്ന ടി ആണെങ്കിൽ നൗൺ ആയിട്ട് ഉപയോഗിക്കാം. എയിം, പേർപ്പസ് അല്ലെങ്കിൽ പ്ലാൻ എന്നൊക്കെ പറയാം. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചാൽ ബെൻഡ് ചെയ്യുക ഓർ ഡിറ്റർമിൻഡ് ആവുക, റിസോൾവ് ചെയ്യുക എന്നൊക്കെ പറയും. അർത്ഥം അതാണ്, ഓർത്തോണ്ടോ അത്. ഓക്കെ, ഡു യു തിങ്ക് ദി ഇന്ററിം ഓർഡർ പാസ് ബൈ ദ കോർട്ട് ഇസ് ജസ്റ്റിഫയബിൾ? I don't think so. She stoutly took the decision to continue her profession regardless of her marriage. That's great sentence. Pravit, nallayirunna sentence nanu parayan vittu. Consumption of alcohol at interim intervals, temporary intervals, made him to be obsessed. All right, that's great. Governor of Kerala stoutly stood against the government. That is great. Mr. M.V. Govindan has appointed allada, is appointed. അയാൾ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നല്ല നീ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാസീവ് വോയിസ് ആ കേട്ടോ. അയാൾ എന്താ ആരെ അപ്പോയിന്റ് ചെയ്തു എന്നല്ലോ നീ ഉദ്ദേശിച്ചത്, പുള്ളി അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നല്ല മോൻ. അപ്പൊ അത് പാസീവ് വേണം. അപ്പൊ കൊടുക്കണം മിസ്റ്റർ M.V. Govindan ഹാസ് അപ്പോയിന്റഡ്. ആസ് അവിടെ കൊടുക്കരുതേ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, അഡ്വേർബിന്റെ ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർത്തോണേ, ആസ് ഇസ് എ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. ആസ് ഇസ് എ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. ഈ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത കുറച്ച് വേർബുകളുണ്ട്. ദാറ്റ് ഇസ് അപ്പോയിന്റ്, ഇലക്ട്, മേക്ക്, തിങ്ക്, കോൾ. അതിനൊന്നും കൂടെ എന്ത് കൊടുക്കാൻ പറ്റില്ല, ആസ് കൊടുക്കരുത്. പക്ഷെ നീ സെലക്ട് എന്നാ കൊടുക്കുന്നെങ്കിൽ ആസ് കൊടുത്തു, പക്ഷെ അപ്പോയിന്റിന് കൂടെ കൊടുക്കരുത്. അപ്പൊ എന്ത് കൊടുക്കണം എന്നറിയോ, ആദ്യം പാസീവ് ആക്കുക. ദാറ്റ് ഇസ് മിസ്റ്റർ M.V. Govindan is appointed the interim secretary of the ruling party of Kerala എന്ന് കൊടുക്കണം. ആസ് കട്ട് ചെയ്യണം കേട്ടോ, ആസും കട്ട് ചെയ്യണം. One who pursues their goal അല്ല അനു, one who pursues one's goal. അവൻ വൺ ആയതുകൊണ്ട് വണ്ണിന് സ്വന്തമായിട്ട് ഇതുണ്ട്, എന്താണ് പൊസസീവ് ഉണ്ട്. അതുകൊണ്ട് എന്ത് കൊടുക്കണം, one who pursues one's goal will succeed in one's life. ഈ കാര്യം ശ്രദ്ധിക്കുക, രണ്ടിടത്തും ദേറെ കട്ട് ചെയ്തിട്ട് വൺസ് ആക്കുക. ദാറ്റ് ഇസ് ആ പൊസസീവ് ഒന്ന് മാറ്റിയാൽ മതി. Alacrity is an important thing while entering into a contract. Otherwise, it become a void contract. It become അല്ല, it becomes. പ്രവി, ഇറ്റ് സിംഗുലർ അല്ലേ, വേർബ് സിംഗുലർ, സബ്ജക്ട് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കണ്ടേ? ശ്രദ്ധിക്കണേ. Okay? Yeah. If you want to enrich your vocabulary, you will pursue Rintu ma'am's editorial sessions. Oh, Shiny, I'm so honored. Kollalo, thank you. Sentence is great as well. The approver's death while behind bars led to rising up of allegations. Great. She is stiff to pursue her intent. Great sentence. Pursuing her dreams and try to achieve it with the help of Adda. Pursuing our dreams അല്ല, അത് നീ പ്രവി കൊടുത്തേക്കുന്നത് എന്തായിട്ടാ, ഇറ്റ്സ് ലൈക്ക് എൻ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു സജഷൻ അല്ലേ. അപ്പൊ അത് pursue our dreams. Pursue your dreams and try to achieve it with the help of Adda. അവിടെ ജെറണ്ട് കൊടുക്കരുത്, pursue എന്ന് V1 കൊടുക്കണം. അപ്പൊ അതൊരു ഇമ്പെറേറ്റീവ് സെന്റൻസ് ആവും, ലൈക്ക് എ സജഷൻ കേട്ടോ. അതായത് നമ്മൾ അഡ്രസ് ചെയ്യുന്ന ആരാണോ നമ്മൾ മുമ്പിക്കുന്നത് അവരോട് പറഞ്ഞു എന്ന രീതിയിൽ. അപ്പോൾ pursue your dreams എന്നുള്ള രീതിയിൽ കേട്ടോ. The functionary branch of the official branch of ഫംഗ്ഷനെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കത്തില്ലെന്നേ, ഫംഗ്ഷനെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കത്തില്ല, അങ്ങനെ മനസ്സിലായോ? ഓഫ് ദി ഫംഗ്ഷൻ ഒരു ഓഫീസറിന് പറയുന്ന പേര് ഓഫീസർ, മനസ്സിലായോ ഉമ? ബാങ്ക് ഈസ് സിറ്റുവേറ്റഡ് സൂരത്ത്, ഇന്റൻഡിങ് ടു ദ ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ റൂറൽ സെക്ടർ. റൈറ്റ്, അവിടെ ഇന്റൻഡിങ്ങിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയല്ലോ ഉമ. എന്താ, ഇന്റൻഡിങ്ങിന് ഡി ആണ് അല്ലേ, വെർബിന് ING ഫോം കൊടുക്കുള്ളൂ, നൗണിന് നമ്മൾ ING ഫോം കൊടുക്കത്തില്ല. അപ്പൊ ഇന്റൻഡിങ് ടിങ് അല്ല, ഇന്റൻഡിങ് ഡിങ് കേട്ടോ, ഡിങ് ഡിങ് ഓർത്തോണം. Rintu, is that cup of souvenir from one of the recent trips? No, it's not. നേരത്തെ ഉണ്ടായിരുന്നു, ഞാനിവിടെ പണ്ട് മുതലേ ക്ലാസ്സിലൂടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇറ്റ്സ് നോട്ട് എ സോവനിയർ ഫ്രം മൈ ട്രിപ്പ്. ഞാൻ സോവനിയർ ആയിട്ട് മേടിച്ചെന്നറിയോ, ഞാൻ ഹൈദരാബാദ് പോയപ്പോൾ എനിക്ക് വേണ്ടി മേടിച്ചെന്താന്ന് ചോദിച്ചാൽ, ഞാനൊരു കൊലാപ്പുരി ചെരുപ്പ് മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊലാപ്പുരി ചെരുപ്പ്. പണ്ട് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു കൊലാപ്പുരി ചെരുപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് PG പഠിച്ചപ്പോൾ എപ്പോഴേക്കും ഞാൻ കുറേ നാൾ ചെരുപ്പ് ഉപയോഗിക്കുന്ന ആളാട്ടോ. എൻ്റെ ചെരുപ്പ് അങ്ങനെ ചീത്തയായി പോവില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ എവിടുന്നോ എനിക്ക് മിസ് ചെയ്തു ആ ചെരുപ്പ്. കുറേ തപ്പിത് കിട്ടിയില്ല, നല്ല ചെരുപ്പ് കിട്ടിയില്ല, അതായത് എൻ്റെ കണ്ണിന് ഉടക്കുന്ന ചെരുപ്പ് കിട്ടിയില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം
യുറേക്ക കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചു. ആകെപ്പാടെ അവിടെ നിന്ന് ഓർമ്മിക്കാൻ ഞാൻ മേടിച്ചത് എന്താ ചോദിച്ചാൽ ദാറ്റ് ഇസ് കൊല്ലാപ്പുരി ചെരുപ്പ്, സാൻഡിൽ. യെസ്, അതാണ് കേട്ടോ വിശ്വരാജ്. ഇറ്റ്സ് നോട്ട് എ സോവനിയർ ഫ്രം മൈ ട്രിപ്പ് കേട്ടോ. അലിഗേഷൻസ് ബട്ട് യു നോട്ടീസ് ഇറ്റ് അല്ലേ, കൊള്ളാം. Allegations must be raised only on sufficient grounds, otherwise a complainant will face the consequences. That's great, Pravi. Every community stoutly disagree any carnage despite the reason behind it. That's great. It was her intent decision to start a small business. That's great sentence. Jallianwala Bagh pogrom is a nightmare of every Indian. Yes, it is. Type on അല്ലേ, ഡോട്ട് വന്നേ. Having a good intent helps us to achieve what we want within the time limit. That's great sentence, Justin. That's great. Moving on, പിള്ളേരെ, നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. അപ്പോൾ കേരള ഹൈക്കോർട്ടിന്റെ ട്രാൻസ്ലേറ്റർ പോസ്റ്റ് വിളിച്ചു, അതുപോലെ തന്നെ ഷോഫർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഷോഫർ പോസ്റ്റിന്റെ ക്ലാസ് എന്ന് തുടങ്ങും ചോദിച്ചില്ലേ? ഷോഫർ പോസ്റ്റിന്റെ ക്ലാസ്സും കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലുണ്ട് കേട്ടോ, നമ്മുടെ ഇതിലുണ്ട്, എന്താ പറയുക, നമ്മുടെ സ്റ്റോറിലുണ്ട്. നിങ്ങൾ പോയിട്ട് ആപ്പ് സന്ദർശിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. 1952 രൂപ ഷോഫർ പോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ലേറ്റർ പോസ്റ്റ് 1952 രൂപയാണ് കോഴ്സ് ഫീ. അപ്പോൾ ഈ നമ്മുടെ ട്രാൻസ്ലേറ്റർ പോസ്റ്റിലാണെങ്കിൽ നമ്മൾ 25 മണിക്കൂറാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ അതിലും കൂടുതൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കൃത്യമായിട്ട് എടുത്ത് പറയാം, അഭിമാനത്തോടെ പറയും. കാരണം വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് പരമാവധി പ്രാക്ടീസ് കൊടുക്കാനാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ പിള്ളേർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന കുട്ടികൾ എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞിരുന്നു എക്സ്ട്രാ സെഷൻസ് കൊടുക്കും. നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാവുന്നത്, ചില കുട്ടികൾ വളരെ ബേസ് കുറച്ചായിരിക്കും, അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതി നമ്മൾ വളരെ സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പൈസ വി റിയലി വാല്യൂ യുവർ ടൈം ആൻഡ് എഫേർട്ട് ആൻഡ് ഓൾസോ യുവർ മണി. അതിലൊരു മാറ്റവും ഇല്ലാത്തൊരു കാര്യമാണ്. വി വിൽ ഡെഫിനറ്റ്ലി ഗിവ് എക്സ്ട്രാ സെഷൻസ്. അത് എത്ര നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് വിൽ ഡു. കാരണം എക്സാമിന് സമയമുണ്ട് ഇനിയും. സോ അതുകൊണ്ട് മേ ബി നമ്മൾ പയ്യെ വി ക്യാൻ ടേക്ക് ഇറ്റ് വെരി സ്ലോ. പേടിക്കേണ്ട കാര്യമില്ല കാര്യത്തിൽ. സെപ്റ്റംബർ 1 മിനിഞ്ഞാന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ റീമാ മിസ്സും ക്ലാസ് എടുത്തു. ഓരോ ദിവസം ഓരോ ക്ലാസ്സേ ഉള്ളൂ. 6 മണിക്കും റീമാ മിസ് ഉള്ളപ്പോൾ, അല്ലാത്ത ദിവസം 8 മണിക്കുമാണ് ക്ലാസ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രാൻസ്ലേറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കോഡ് മറക്കണ്ട, Y314 Y314. ഇംഗ്ലീഷിൽ തീരെ വീക്കാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഈസി ഇംഗ്ലീഷ് ബാച്ച് എടുക്കണം. അതിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നവരാണെങ്കിലും ഒരുപാട് സ്പോക്കൺ ഇംഗ്ലീഷുകാരും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഈസി ഇംഗ്ലീഷ് 2.0. കാരണം വെച്ചാൽ ബേസിക്സ് അറിയില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് പലയിടത്തും നമ്മൾ ജോലി മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ എക്സാമിനാണോ കോമ്പറ്റീവ് എക്സാമിനും പെടാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെറ്റായി, പിന്നെ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. സോ റീമാ മിസ് ഞാനിവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. 870 രൂപയാണ് കോഴ്സ് ഫീ. എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. ബട്ട് 4 or 12 എല്ലാ ദിവസവും ഒന്നുമില്ല. 2 ദിവസം, ചില ദിവസങ്ങളൊക്കെ 2 ക്ലാസ്സുള്ളൂ. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയാലോ, കോഡ് Y314 കോഡ് ഉപയോഗിക്കുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്ത പിടിച്ചോ, ഡെയറിങ്. ഡെയറിങ് എന്ന് പറയുന്നത് നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. ഡെയറിങ്ങിന് ബോൾഡ്നെസ്, അഡസിറ്റി എന്നൊക്കെ പറയും. അഡ്ജക്റ്റീവായിട്ട് എന്ത് ഉപയോഗിക്കും? ബോൾഡ്, ഒഡേഷ്യസ്. അഡ്ജക്റ്റീവായിട്ടും സെയിം സാധനം കേട്ടോ, ഓർത്തോണം. ആൻഡ് അടുത്തത് ഹെയ്നസ്. അയ്യോ, എന്തൊരു ക്രൂരമായ എന്താണ് പ്രവൃത്തിയാണെന്ന് പറയില്ലേ, ഹെയ്നസ് ക്രൈം കമ്മിറ്റഡ് ബൈ ദ പേഴ്സൺ എന്നൊക്കെ പറയില്ലേ, അഡ്ജക്റ്റീവാണ് ഹെയ്നസ് കേട്ടോ. OUS വാക്കുകൾ ഓർത്തോ, എല്ലാം എന്താണ് അഡ്ജക്റ്റീവാണ്. പയസ് അല്ലെ, പയസിന് PIOUS അല്ലെ പയസ്. ഹെയ്നസ് അല്ലെ, അഡ്വഞ്ചറസ് ROUS അല്ലെ, അഡ്വഞ്ചറസ് അല്ലെ, എല്ലാം നോക്കിയേ, സീരിയസ് എല്ലാം എന്താണ് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് ഫോമുലേഷനാണ് IOUS ഒക്കെ വരുന്നത് എല്ലാം. അല്ലെങ്കിൽ OUS വന്നോ അത് നിങ്ങൾ അഡ്ജക്റ്റീവായിട്ട് ഉറപ്പിച്ചോ, നിങ്ങൾ ആണ് കേട്ടോ, അത് അഡ്ജക്റ്റീവാണ് പിള്ളേരെ, അഡ്ജക്റ്റീവാണ് കേട്ടോ. അപ്പം ഓഡിയസ്, വിക്കിഡ്, ഈവിൾ, അട്രോഷ്യസ്. അട്രോഷ്യസും അതെല്ലാം കണ്ടോ. ഓഫുൾ, വളരെ ക്രൂരമായത് എന്നാണ്. ഹൊറിബിൾ എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ, സെയിം സാധനമാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെയ്നസ് എന്ന് പറയാം. ഞാൻ രാവിലെ താമസിച്ച് എണീറ്റ്, അപ്പോൾ എനിക്ക് ആണെങ്കിൽ ഒന്നിനുള്ള സമയം കിട്ടില്ല, ടൈപ്പ് ചെയ്യാനുള്ള സമയം മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നിനുള്ള സമയം കിട്ടില്ല, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. അതാണ് ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നത്. അടുത്ത് അബ്സോൾവ് ചെയ്യുക. അബ്സോൾവ് ഇസ് എ ഫോർമൽ വേർഡ് കേട്ടോ പിള്ളേരെ, ഫോർമൽ വേർഡാണ്, വേർബാണ്. എക്സോണറേറ്റ് ചെയ്യുക, അല്ല ഒരാളെ പ്രൂഫ് ഗിൽറ്റി. ഡിസ്ചാർജ് ചെയ്യുക, അക്വിറ്റ് ചെയ്യുക, എക്സ്കൾപ്പേറ്റ് ചെയ്യുക. അതിന്റെ ഓപ്പോസിറ്റ് ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ പഠിച്ചു കോൺവിക്റ്റ്. അബ്സോൾവ് ചെയ്യേണ്ട ഓപ്പോസിറ്റ് എന്താ? കോൺവിക്റ്റ് ചെയ്യുക. കോൺവിക്റ്റിന്റെ ഓപ്പോസിറ്റ് അല്ലേ അക്വിറ്റ്? സെയിം സാധനമാണ് അബ്സോൾവ്. കോൺവിക്റ്റ് ചെയ്യുക, ശിക്ഷിക്കുക, ശിക്ഷയിൽ നിന്ന് ഒരാളെ ഒഴിവാക്കുന്നതിനെ അബ്സോൾവ് ചെയ്യുക എന്ന് പറയും. ദാറ്റ് ഇസ് എക്സോണറേറ്റ്, ഡിസ്ചാർജ്, അക്വിറ്റ് അല്ലെങ്കിൽ എക്സൽപേറ്റ് കേട്ടോ, എക്സൽപേറ്റ്. അടുത്തത് ക്യാൻവാസ്. ക്യാൻവാസ് വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാൻവാസ് 2 ക്യാൻവാസ് ഉണ്ട്. ഈ ക്യാൻവാസും മാറിപ്പോയത്. ഈ ക്യാൻവാസ് അറിയോ, നമ്മൾ പടമൊക്കെ വരയ്ക്കുമ്പോൾ ക്യാൻവാസ് ഇല്ലേ, ആ നൗണ് ക്യാൻവാസ്. ഒരു S ഉണ്ടെങ്കിൽ അത് നൗണാണ്, ഡബിൾ S ഉണ്ടെങ്കിൽ അത് വേർബാട്ടോ. ക്യാൻവാസ് ഡബിൾ S ഉണ്ടെങ്കിൽ വേർബാ. എന്താർത്ഥം? നമ്മൾ ഇലക്ഷൻ ക്യാൻവാസ് ചെയ്യാന്ന് പറയില്ല, ഇലക്ഷന് ക്യാമ്പയിൻ പ്രപ്പോസ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ക്യാൻവാസ്. ഒരു ഡിസ്കഷന് വേണ്ടി ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കുക, പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുക, അതിനൊക്കെയാണ് ക്യാൻവാസ് എന്ന് പറയാം കേട്ടോ, ഓർത്തോണം. അടുത്ത്
പെജോറേറ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഡിസ്പറാജിങ്, ഡെറിഗേറ്ററി, ഡിഫമേറ്ററി, മറ്റുള്ളവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ പെറഗേറ്റീവ് ടേം ആണെന്ന് പറയില്ലേ. ചില വാക്കുകൾ പെറഗേറ്റീവ് ടേം ആണെന്ന് പറയില്ല. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കില്ല നമ്മൾ. അത് ഡിസ്പറാജിങ്, വളരെ ക്രിട്ടിസൈസിങ് ആയിട്ടുള്ള വാക്കാണ്. അത് നമ്മൾ ഉപയോഗിക്കത്തില്ല പറയില്ലേ. അതിനാണ് പെറജേറ്റീവ് എന്ന് പറയാം. പെറജേറ്റീവ് മീൻസ് ഡിസ്പറാജിങ്, ഡെറിഗേറ്ററി അല്ലെങ്കിൽ ഡിഫമേറ്ററി, ഒരാളെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള ഉപയോഗത്തിന് അതിനാണ് പറയുന്നത്. Let me see your sentences. The act of taking back the forbidden stuffs from police station ended up in a pogrom. Oh, Kaidi movie, okay. She broke all the rules of the society following the pathway to pursue her passion. That's great. Do you think pogrom happened in our history is for welfare of our country? Never. Pogrom, violence is not. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വയലൻസ് ആണ്. ഞാൻ എപ്പോഴും പ്രൊട്ടസ്റ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യണം. പക്ഷെ കയ്യാങ്കളി അല്ലെങ്കിൽ വയലൻസ് ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഹരിപ്പാട് വെച്ചിട്ട്, വയലൻസ് ഇസ് നോട്ട് സൊല്യൂഷൻ ടു എനിത്തിങ്. ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല അല്ലെ. എ വാർ നെവർ സോൾവ് എനി ഇഷ്യൂ എന്ന് പറയുന്ന പോലെ അല്ലെ. റഷ്യ ഉക്രൈൻ്റെ കാര്യത്തിൽ ഞാൻ എതിരാ. കാരണം എന്താ, ഒരു വോറല്ല. വോറ് കാരണം എന്തൊക്കെ പണിയാ മറ്റുള്ളവർക്ക്. അതുപോലെ തന്നെ ഹരിപ്പാട് വെച്ചിട്ട് ഒരു പപ്പടത്തിന്റെ പേരിൽ അടിയുണ്ടായി അല്ലെ. എത്ര നഷ്ടമാ കടക്കാരനെ വന്നേക്കണേ അല്ലെ. പിന്നെ കയ്യാങ്കളി ആയി കഴിഞ്ഞിട്ട് എല്ലാവർക്കും പരിക്കുമായി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വയലൻസ് കൊണ്ട് എന്താ നടക്കുന്നത്? നമ്മുടെ ഒരാളുടെ ഒരു എടുത്തുചാട്ടം, ഒറ്റ ഒരാളുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ എടുത്തുചാട്ടം കാരണം എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഐ ഡോണ്ട് എഗ്രി വിത്ത് ദാറ്റ് അറ്റ് ഓൾ. അതുപോലെയാണ് പ്രശ്നം. അപ്പൊ കൂട്ടക്കൊലയ്ക്ക് ഞാൻ നിന്ന് വരുമെന്ന് വിചാരിച്ചോ? നെവർ അല്ലെ പ്രവീൺ. ഗുഡ് സെന്റൻസ്. ദ അക്വിസിഷൻസ് obtained after tussle was taken granted. Taken granted അല്ല, taken for granted. അങ്ങനെ taken for granted നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. taken for granted ആണ്. You must have a stout desire to pursue your dreams. That's great. Maya will be the function of the election booth here. That's great. Pogrom is literally heinous in nature. Yes, it is. KP Kutan, good morning. Intention of this session is to improve our standard of writing and it will definitely spurs Pravi, it will. ശ്രദ്ധിക്കാം, will എന്ന് പറയുന്ന എന്നാ സാധനം? മോഡൽ ഓക്സിലറി വേർബ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു മോഡൽസിനും ശേഷം അല്ലെ, ഏതൊരു മോഡൽ ഓക്സിലറി വേർബിന് ശേഷം ഒന്നും വേണ്ട. വേറെ എന്താ വേണ്ടത്? ഒരേ സാധനമേ വരാൻ പാടുള്ളൂ. ദാറ്റ് ഇസ് V1. എന്താ വരേണ്ടത്? V1. വേർബിന്റെ ഫസ്റ്റ് ഫോം പ്രസന്റ് ടെൻസ് ആണോ? അല്ല. പാസ്റ്റ് ടെൻസ് ആണോ? അല്ല. V5 അല്ല, V2 അല്ല, V3 അല്ല, V4 അല്ല. എന്നെ വേണം? V1 വരാൻ പാടുള്ളൂ. V1 എന്ന് പറയുമ്പോൾ വെർബിന്റെ റൂട്ട് ഫോം, ബേസ് ഫോം ഓഫ് എ വേർബ് ഏതൊരു മോഡലിന് ശേഷം. അപ്പൊ ഓർത്തോണം, അത് മറന്നു പോരുത് കേട്ടോ. എന്ത് കൊടുക്കുക നമ്മളവിടെ? നമ്മൾ എന്ത് കൊടുക്കണം? Will definitely spur every student എന്ന് കൊടുക്കാം. And every student, very good Pravi, that's great. Yes, absolving criminals who committed odious crimes is defamatory to judiciary. Yes, ആണ് സത്യം. അത് ചെയ്യാൻ പാടില്ല എന്നല്ലേ. Heinous offenses always deserve greater punishment. Yes. The chief secretary is the highest administrative functionary in Kerala. All right. The ad hoc committee set up to canvass the public support was ridiculous. All right, that's great. Alright, that's great sentence. Moving on, അടുത്ത സെറ്റിലോട്ട് പിടിച്ചോ. കോൺസ്പിറസി. എന്താ കോൺസ്പിറസി? മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയും ഗൂഢാലോചന എന്ന് പറയും അല്ലെ. അതർ വാസ് എ കോൺസ്പിറസി ഗോയിങ് ഓൺ. എന്തോ ഒരു കോൺസ്പിറസി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു നടപ്പുണ്ട്, ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് പറയില്ലേ. അപ്പോൾ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ പ്ലോട്ട്, സ്കീം, സ്ട്രാറ്റജം, ഇൻട്രീഗ് ആണ്. അപ്പോൾ കോൺസ്പിറസിയുടെ നൗൺ ഫോർമുലേഷൻ എന്താ? കൺസ്പയർ ചെയ്യുക. കോൺസ്പിറസിയുടെ നൗൺ ആണ് കോൺസ്പിറസി. സോറി പിള്ളേരെ, കൺസ്പയർ ചെയ്യുക. കൺസ്പയർ എന്ന് പറഞ്ഞാൽ വേർബ്. ഇതിന്റെ കൺസ്പയർ ചെയ്തതിന്റെ വേർബാണ്. കോൺസ്പിറസി ഇതിന്റെ നൗൺ ആണ്. ഓർത്തിരുന്നോണം. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഫോജിയ. ഫോജിയന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് ഫോജിയ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഹാമർ ഔട്ട്. കഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ നേടിയെടുക്കുന്നതിന് അല്ലെ, പണിതെടുക്കുന്നതിന് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഹാമർ ഔട്ട് ചെയ്യുക. ഒന്ന് ഫൗണ്ട് ചെയ്യാം. ഫൗണ്ടിന്റെ അർത്ഥം എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെ, ബിൽഡ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് അർത്ഥം. ഫോർജിന് ആ അർത്ഥമുണ്ട്. പക്ഷെ വേറൊരു ഫോർജിങ് ഓഫ് ഡോക്യുമെന്റ്സ് കേട്ടില്ല. ഫോർജിങ് എന്താ? ഇമിറ്റേറ്റ് ഫോർ ഫ്രോഡ് അല്ലെങ്കിൽ കൗണ്ടർഫീറ്റ് ചെയ്യുക. കള്ളക്കളിയാണേ അല്ലെ, ഫോർജ് ചെയ്തെടുക്കുക. അതിനെ പറയില്ലേ, സിഗ്നേച്ചർ ഒക്കെ ഫോർജ് ചെയ്യുക പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഫോർജ് ചെയ്യുക പറയില്ലേ. അതാണ് ഫോർജിങ് ഓഫ് ഡോക്യുമെന്റ്സ്. അതിനെയാണ് ഫോർജ് ചെയ്യുക. രണ്ടർത്ഥമുണ്ട്, ഓർത്തോണം. രണ്ടർത്ഥവും ഉണ്ട്, രണ്ടർത്ഥവും ഓർത്തിരിക്കുക. അടുത്തത് ഇംപ്ലിക്കേറ്റ് ചെയ്യുക. വേർബായിട്ട് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഇൻക്രിമിനേറ്റ് ചെയ്യുക, അതായത് ഒരാളെ കുറ്റത്തിൽ എന്താ പറയാ, അവൻ കുറ്റം ചെയ്തു അതുകൊണ്ട് അവനെ ഇൻക്രിമിനേറ്റ് ചെയ്യുക. അത് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് കോംപ്രമൈസ് ചെയ്യുക. അവസാനം ഞാനത് പറഞ്ഞു പോയിട്ട് അറിയാതെ പറ്റിപ്പോയി, നീ അല്ലടാ പറഞ്ഞ, ആരോടും പറയില്ല എന്ന്, പക്ഷെ യു കോംപ്രമൈസ്ഡ് എന്ന് പറയില്ലേ, അതിനെ ഇംപ്ലിക്കേറ്റ് എന്ന് പറയും. അല്ലാതെ വേറൊരു അർത്ഥമുണ്ട്, ഇംപ്ലൈ ചെയ്യുക, സജസ്റ്റ് ചെയ്യുന്ന ഒരു അർത്ഥവും കൂടെ ഇംപ്ലിക്കേറ്റിനുണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. രണ്ടർത്ഥമുണ്ട് ഇംപ്ലിക്കേറ്റിന്, രണ്ടർത്ഥവും നിങ്ങൾ ഓർത്ത് വെച്ചോണം. അവർ ടീം വിൽ ക്യാൻവാസ് മെൻസ്ട്രൽ ഹൈജീൻ
ഹൈജീൻ്റെ സ്പെല്ലിങ് HYGIE ആണ്. EI അല്ല, IE ആണ്. GIENE ആണ് കേട്ടോ. വർക്ക്ഷോപ്പ് ഇൻ ട്രൈബൽ ഏരിയാസ്. ദാറ്റ്സ് എ ഗ്രേറ്റ് സെന്റൻസ് ആഗ്ന. ദാറ്റ് വാസ് എ ഹൈനസ് ക്യാൻവാസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദാറ്റ് മൂവി. ഓൾ റൈറ്റ്. യെസ്. അപ്പോൾ അവിടെ ക്യാൻവാസ് എന്ന് പറയുന്നത് വേർബ് ആയിട്ടല്ല ഉപയോഗിച്ചേക്കണേ. അപ്പൊ അതിനെ അഡ്ജക്റ്റീവിൽ കൊടുത്തോ, ഹൈനസ് ക്യാൻവാസിംഗ് എന്ന് കൊടുത്തോ. ക്യാൻവാസിംഗ് ING കൊടുത്താൽ ജെറണ്ടായി കേട്ടോ. മെർലിൻ അവിടെ ING കൊടുത്താൽ മതി. ഗുഡ് മോർണിംഗ്. ഇന്ന് എക്സാം ഉണ്ട്. IBPS ക്ലർക്ക് നന്നാ ലേറ്റ് ആയത്. ഓക്കെ മിസ്സിന്റെ നന്ദന നന്നായി പോയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് എഴുതും. പഴയ PYQ ഒക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഒന്ന് ഉഷാറായിട്ടൊന്ന് രീതിയിലാണ്. എല്ലാം ഒന്ന് മനസ്സിലോട്ടൊന്ന് പയ്യെ ഒന്ന് എന്താ പറയുക ആവാഹിച്ചിട്ട് പോയി എഴുതിക്കോ. ടൈമും ആക്യുറസി ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് ഷടപടയും ചെയ്തോണം. ടൈം ആൻഡ് ആക്യുറസി ശ്രദ്ധിച്ചാൽ മതി. ഓൾ ദി വെരി ബെസ്റ്റ്. ഉഷാറായിട്ട് പോയി മിന്നിച്ചോ കേട്ടോ. യെസ്. ദ എൻ്റയർ ടീം കൺസ്പയർ ടു മേക്ക് എ ഫോർജ്ഡ് ഡോക്യുമെന്റ് ഇൻ ഓർഡർ ടു ഇംപ്ലിക്കേറ്റ്. അവിടെ ഇൻ ഓർഡറിന്റെ മുമ്പ് ഇത് വേണ്ട കേട്ടോ, ആരതി കോമ വേണ്ട. ഇൻ ഓർഡർ ടു ഇംപ്ലിക്കേറ്റ് ക്രിമിനൽ ചാർജ് അഗൈൻസ്റ്റ് മാനേജർ ഓഫ് ദ കമ്പനി. ഓക്കെ. പുഷ് ബാക്കും സെറ്റ് ബാക്കും സെയിം ആണോ? അല്ല. പുഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു നെഗറ്റീവ് റെസ്പോൺസ് എന്നല്ലേ അർത്ഥം. സെറ്റ് ബാക്ക് അങ്ങനെയല്ല. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, ഒരു പ്രശ്നം വന്നിട്ടാ. ദർ ഇസ് എ സെറ്റ് ബാക്ക്. എന്താണ് പ്രശ്നം? ഇന്ന് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് എ സെറ്റ് ബാക്ക്. എന്താ പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. പണി, പ്രോബ്ലം, ഡിഫിക്കൽട്ടി, ദാറ്റ് ഇസ് സെറ്റ് ബാക്ക്. ഡിഫറെൻ്റ് ആണ് കേട്ടോ കൃഷ്ണ, ഓർത്തോണം. യെസ്. ഗുഡ് മോർണിംഗ് വിനീതേ. ഗുഡ് മോർണിംഗ്. അവിടെ നോക്കിയേ, പെർട്ടിനന്റ്. എന്താ പെർട്ടിനന്റ്? പെർട്ടിനന്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. റെലവെന്റ് ആണ്. അത് അവിടെ വേണമായിരുന്നു. ഇറ്റ് വാസ് പെർട്ടിനന്റ് ഡിസിഷൻ. അത് കൊള്ളാട്ടോ. അത് നല്ല ഡിസിഷൻ ആയിപ്പോയി. അവിടെ വേണ്ടതായിരുന്നു അല്ലേ. ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയണ പോലെ റെലവെന്റ് ആയിരുന്നു. ആപ്പോസിറ്റ് ആയിരുന്നു, നോട്ട് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിര് അല്ലെ. ആപ്പോസിറ്റ് ശ്രദ്ധിച്ചോണം. ആപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ആപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂട്ടബിൾ, ആപ്റ്റ് ആണ് അല്ലെ. അപ്രോപ്രിയേറ്റ്, സൂട്ടബിൾ, അതിനെയാണ് പെർട്ടിനന്റ് എന്ന് പറയാം. ഓർത്തോണം. അടുത്ത അഡ്ജേൺമെന്റ്. കോർട്ട് ഇസ് അഡ്ജേൺഡ് പറയില്ലേ. അഡ്ജേൺ എന്ന് ചെയ്യാന്ന് പറയുന്നത്, അഡ്ജേൺ ചെയ്യാ പറയില്ലേ. കോർട്ട് അഡ്ജേൺ ചെയ്ത് സസ്പെൻഡ്, തൽക്കാലത്തേക്ക് അഡ്ജേൺ ചെയ്യാ പറയില്ല. അതാണ് എപ്പോഴും അത് ഭയങ്കര ഫോർമൽ ആയിട്ടൊരു വാക്ക്. അഡ്ജേൺ വേർബ് ആണ്. അഡ്ജേൺമെന്റ് ഇസ് നൗൺ. അപ്പൊ സസ്പെൻഡ് ചെയ്തു അല്ലെ, ഇന്ററപ്റ്റ് ചെയ്തു, ഓർ ഡെഫർ ചെയ്യുക, മാറ്റിവെക്കുക, ഡിലേ ചെയ്യുക, ഡെഫർമെന്റ്. അതാണ്. സോ അഡ്ജേൺമെന്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ, ഇന്ററപ്ഷൻ അല്ലെങ്കിൽ ഡെഫർമെന്റ് ആണ്. ഓർത്തോണം. കോൺസ്പിറസി ഇസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ഓഫ് ലോ. യെസ്. ഓൾ റൈറ്റ്. അടുത്ത സെറ്റ് ആണ് കേട്ടോ. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഇരുന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇതാണ് വാക്കുകൾ. വേഗം സെന്റൻസ് ഒന്ന് നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ IBPS ക്ലർക്കിന്റെ എക്സാമിന് നന്ദന പോവാണ്. IBPS പ്രിയോ പ്രിലിംസിനും LIC അസിസ്റ്റന്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2270 രൂപയ്ക്ക് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. പ്യോർലി ലൈവ് ക്ലാസ്സുകളാണ്. അതിന്റെ കൂടെ ക്ലാസ്സിന് ശേഷം റെക്കോർഡും അവൈലബിൾ ആണ്. അതല്ലാതെ നമ്മൾ ക്ലാസ്സുകൾ പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫസ്റ്റ് ബാച്ചിന്റെയും അതുപോലെ തന്നെ സെക്കൻഡ് യജ്ഞ ബാച്ചിന്റെയും. അപ്പൊ ഇത് നിങ്ങൾക്ക് ബേസ് ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബേസിക്സും അഡ്വാൻസും കവർ ചെയ്യാൻ വേണ്ടി ഒരു സെഷനാണ്. 1460 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ബേസും കവർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ലെവലിൽ ചെയ്യാം. ഇത് വൺസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ബാങ്ക് എക്സാമിന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. 1460 രൂപ വളരെ ശ്രദ്ധിക്കുക. 1460 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ മതി. മോക്ക് ടെസ്റ്റുകൾ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്ത് സ്പീഡ് ആൻഡ് ആക്യുറസി കൂടും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇവിടെ ബാങ്കിങ്ങും അതുപോലെ ജനറൽ അവയർനെസ് ഒരുമിച്ച്, ബാങ്കിങ് അവയർനെസ് ജനറൽ അവയർനെസ് ഒരുമിച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ റീസണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷും കവർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. പക്ക കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരമാവധി എല്ലാ തരം ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ ഓൾവേസ്, ഇതൊരു നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങൾക്ക്. കോഡ് മറക്കണ്ട കേട്ടോ. ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും Y314 എന്ന കോഡ് ഉപയോഗിക്കാം, ഡിസ്കൗണ്ട് കിട്ടും. Y314. യെസ്. അടുത്ത വാക്ക് ഇസ് പെർട്ടെയിൻ. എന്താ പെർട്ടെയിൻ ചെയ്യുക? രണ്ടർത്ഥം പെർട്ടെയിന്. ഫോർമൽ ആയിട്ട് പെർട്ടെയിൻ ഉപയോഗിക്കുമ്പോൾ ഓർത്തോണം, പെർട്ടെയിൻ എന്ന വാക്ക് ഫോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. ഇറ്റ് പെർട്ടെയിൻസ്, ദ ഇഷ്യൂ പെർട്ടെയിൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്: എക്സിസ്റ്റ് അല്ലെങ്കിൽ പ്രിവെയിൽ ചെയ്യുക. അല്ലാതെ പെർട്ടെയിൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ കൺസേൺ അഫക്ട് ചെയ്യുക എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കും, കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ ഫോർമൽ ആയിട്ടുള്ള വാക്കിൽ പെർട്ടെയിൻ എന്ന വാക്കിന് എക്സിസ്റ്റ് ചെയ്യുക, പ്രിവെയിൽ ചെയ്യുക എന്നുള്ള അർത്ഥം ഉണ്ട്. ഓർത്തോണം, അതാണ് അർത്ഥം. അടുത്ത മൈൽ സ്റ്റോൺ. ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ അല്ലേ. നമ്മൾ പറഞ്ഞേ INS വിക്രാന്ത് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ ആണ്. നമ്മുടെ ഡെവലപ്മെന്റ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ, ഇന്ത്യയുടെ ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഡെവലപ്മെന്റ് ആണ്, ബ്രേക്ക് ത്രൂ ആണ്, ടേണിംഗ് പോയിന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഇസ് നമ്മുടെ മൈൽ സ്റ്റോൺ. അറിയാലോ. അടുത്തത് ഇൻഡിജിനസ്ലി. ഇൻഡിജിനസ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇൻഡിജിനസ്ലി ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇൻഡിജിനസ്ലി പറഞ്ഞാൽ പോരെ. ഇൻഡിജിനസ്ലി എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിജിനസ് അഡ്ജക്റ്റീവ് ആണ്. ഇൻഡിജിനസ് പറഞ്ഞാൽ ഒറിജിനൽ. അപ്പോൾ അഡ്വേർബ് ആകുമ്പോൾ ഇൻഡിജിനസ്ലി, ഒറിജിനലി. എൻഡമിക്കലി എന്നുള്ളത്. ഓക്കെ. അടുത്തത് നേറ്റീവ് അർത്ഥമാണ്. നേറ്റീവ്ലി അഡ്ജക്റ്റീവ് ആണ്. ഇൻഡിജിനസ് എന്നും ഉണ്ട്, ഇൻഡിജിനസ്ലി ഉണ്ട്. അപ്പോൾ രണ്ടിലും പകരം ഞാൻ ഓർമ്മ എഴുതുന്നുള്ളൂ. LY വാക്കില്ലെങ്കിൽ അതിന് അഡ്ജക്റ്റീവായി. ദാറ്റ്സ് ഇറ്റ് കേട്ടോ, ഓർത്താൽ മതി.
അടുത്ത വയബിൾ ആണെന്ന് പറഞ്ഞാൽ വർക്കബിൾ ആണ്. ഇറ്റ്സ് എ വയബിൾ ഐഡിയ, കൊള്ളാം, ഇതൊരു വർക്കബിൾ ഐഡിയ, ഇത് വർക്കൗട്ട് ആവും. വർക്കബിൾ ആണ്, ഫീസിബിൾ ആണ്, പ്രാക്ടിക്കൽ ആണ്, ഓപ്പറബിൾ ആണ്. ദാറ്റ് ഇസ് വയബിൾ എന്ന അഡ്ജക്റ്റീവ് ഓർത്തോണം. അടുത്ത പെർസിസ്റ്റൻസ്, പെർസിസ്റ്റ് ചെയ്യുന്നത് അല്ലെ, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമല്ല പെർസിസ്റ്റൻസ്. ദാറ്റ് മീൻസ് പെർസിവറൻസ്, ടെനസിറ്റി അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ. ദാറ്റ് ഇസ് പെർസിസ്റ്റൻസ്. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ പെർസിസ്റ്റൻസ്, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഡിറ്റർമിനേഷൻ, യുവർ ടെനസിറ്റി, യുവർ പെർസിവറൻസ്. അതിനാണ് പെർസിസ്റ്റൻസ് എന്ന് പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ പിള്ളേരെ, ഓർത്തോണം. ഓക്കെ, let me see your sentences. Forgery is an offense relating to document and it is punishable by law. Yes, adjournment in the translator class discuss ചെയ്തായിരുന്നു. Yeah. Wish you all the very best. നന്ദനയോട് പറഞ്ഞു. Sorry, ഞാൻ സെന്റൻസ് വായിച്ചങ്ങ് വിടുക. He put forward a conspiracy theory which against the opposite. വിച്ച് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഷൈനി, നമ്മുടെ സെന്റൻസിലെ ഹാർട്ട് ഇസ് മിസ്സിംഗ്. വിച്ച് ഇസ് അഗൻസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി കേട്ടോ. ഇറ്റ് ഇസ് പെർട്ടിനന്റ് ടു നോട്ട് ദാറ്റ് a slew of species disappearing from environment while implementing developmental projects. Yes, that's great. It is pertinent to note that a slew of species disappearing from environment while implementing developmental projects. That's great. Party members in college canvass in each department for making fund for various programs in college. That's great. Adjournment order passed by the court was quite opposite. That's great. That was a pertinent step from the authorities to make sure that people wear masks in public. That's great sentence, Merlin. This matter does not pertain to politics. That's great. This does not exist. അല്ലേ, കൺസേൺ ടു അഫക്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രണ്ടും കറക്റ്റാ. The 100 centuries of Sachin Tendulkar is a milestone in the world history. Yes. Passing of adjournment order is the discretionary power of the court. Yes, it is. It is the power of the court. Yes. Okay. അടുത്തോട്ട് പോവാം. ലാസ്റ്റ് സെറ്റ് ആണ് മാർവൽ സീരീസ് അറിയാലോ നമുക്ക് അല്ലെ. മാർവലിന്റെ സീരീസ് അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും മാർവൽ സീരീസ് അറിയാം, ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് മാർവലിന്റെ സീരീസ് അല്ലെ. മാർവൽ എന്ന വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കാം, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് അത് പഠിച്ചു വെക്കണ്ടേ. അപ്പൊ മാർവൽ എന്ന വാക്കിന്റെ നൗൺ ഫോർമുലേഷൻ എന്താ? ഇറ്റ്സ് എ വണ്ടർ, മിറക്കിൾ, അത്ഭുതമാണ്. ദാറ്റ് ഇസ് മാർവൽ. അപ്പൊ മാർവൽ എന്നതിന്റെ വേർബായിട്ട് എന്ത് വരും? സ്റ്റെയർ ചെയ്യുക, അഡ്മയർ ചെയ്യുക, ബി അമേസ്ഡ്, അത്ഭുതപ്പെടുക അല്ലെ, ബി വണ്ടേർഡ്, ബി അമേസ്ഡ് എന്നുള്ളതിന്റെ അർത്ഥമാണ് കേട്ടോ. അതാണ് മാർവൽ എന്ന വേർബിന്റെ മീനിങ്. പിന്നെ റീട്രേറ്റ്, ഒരുപാട് നമ്മൾ പുനരായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പുനർപരിശോധിക്കുക, റീസ്റ്റേറ്റ് ചെയ്യുക, റീടെൽ ചെയ്യുക, റീക്യാപിച്ചുലേറ്റ് ചെയ്യുക, റീഡു ചെയ്യുക. ദാറ്റ് ഇസ് റീട്രേറ്റ്. വീണ്ടും ആവർത്തിക്കില്ലേ നമ്മൾ പറയില്ലേ, വീണ്ടും ആവർത്തിക്കല്ല, വെറും ആവർത്തിക്കുക. അതിനാണ് റീട്രേറ്റ് ചെയ്യുക, റീഇറ്ററേറ്റ് ചെയ്യുക. റീസ്റ്റേറ്റ്, റീടെൽ, റീക്യാപിച്ചുലേറ്റ്, റീഡു. ക്യാപ്റ്റൻ മാർവൽ അത് തന്നെ. പ്രൊക്യൂർ, അടുത്തെന്താ? പ്രൊക്യൂർ എന്താണ്? ഒബ്റ്റെയിൻ ചെയ്യുക, അക്വയർ ചെയ്യുക, വേർബാണ്. ഗെറ്റ്, പിന്നെ ഒരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. പ്രൊക്യൂറിന്റെ ഒരു ലീഗൽ വാക്ക് കേട്ടോ പിള്ളേരെ. ലോയിൽ ലീഗലി നമ്മൾ ലീഗൽ ടേം ആണ്. പ്രൊക്യൂർ എന്ന് ലീഗലി ഉപയോഗിച്ച അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇറ്റ്സ് നോട്ട് ഒബ്റ്റെയിൻ ഓർ ഗെറ്റ്, പെർസ്വേഡ് ചെയ്യുക ഓർ കോസ്, കാരണമാകുക. ഹി പ്രൊക്യൂർഡ് ഫോർ ദിസ് ക്രൈം, ഇയാളാണ് ഇതിന് കാരണമായത്. ഹി പെർസ്വേഡഡ്, അയാളാണ് ഇതിനെ ഉന്തിത്തള്ളി ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയില്ല. അതാണ് ലീഗൽ ടേമിൽ ഇതിന്റെ അർത്ഥം. ഇതാണ് പെർസ്വേഡ് അല്ലെങ്കിൽ കോസ് എന്നാണ്. ശ്രദ്ധിച്ചോണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലീഗലിന്റെ കൂടെ എഴുതുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓർത്തോണം. അടുത്ത കൊണൻട്രം, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് കൊണൻട്രം, ഈ ഇടയ്ക്ക് എന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ കൊണൻട്രം. കൊണൻട്രം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി, ക്വാൻഡറി, ഡിലമ, പസിൽ എല്ലാം. ഹീസ് എ മാർവൽ ഓഫ് പേഷ്യൻസ്, ഹീസ് എ വണ്ടർ ഓഫ് പേഷ്യൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഓർത്തോളാം. കൊണൻട്രം കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ. കൊണൻട്രം ഇത്രേ ഉള്ളൂ, പ്രോബ്ലം ആണ്, ഡിഫിക്കൽട്ടി ആണ്, അല്ലെങ്കിൽ എന്താ ക്വാൻഡറി ആണ്, ഡിലമ ആണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? വേർഡ്സ് ഒക്കെ ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇത്ര പേര് ലൈവിൽ ഉണ്ടായിട്ട് ലൈക്ക് ഒന്നും ഇല്ലല്ലോ പിള്ളേരെ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് അല്ലെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലൈക്ക് ഇടുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം കണ്ടാൽ നമ്മൾ പരമാവധി മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും അല്ലേ? അങ്ങനെയല്ലേ എപ്പോഴും എന്താ പറയുക? പാസ് യുവർ ഗുഡ്നെസ് ടു പീപ്പിൾ എന്നാണ് പറയുന്നത്. ഹെൽപ്പ് എപ്പോഴും പാസ് ചെയ്യാനുള്ള, ഒരിക്കലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കല്ല. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നിയ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അത് പാസ് ചെയ്തോണം. പാസ് ഓൺ ചെയ്ത് അവസാനം ഇഫ് യു ഡു ഗുഡ് തിങ്സ് ഇറ്റ് വിൽ കം ടു യു. ഇറ്റ്സ് എ ബൂമറാങ് എന്നാണ് പറയുന്നത്. സോ റിമെമ്പർ ദാറ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ വൊക്കാബുലറി എല്ലാം മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇട്ട് നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോകാം? നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം കേട്ടോ. Yes. Pertaining standard of this session is a Herculean task, but our ma'am is handling it very easily. Oh my God, Pravi, I am really honored. ഉത്തരത്തിൽ കയറണോ Rintu? വേണ്ടട്ടാ, വേണ്ട അല്ലേ. He gifted a pertinent necklace for his mother. That's great sentence. She was marveled after hearing that she is being selected for interview. അവിടെ മാർവൽഡിന് verb ആയിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ടെല്ലാം ഉണ്ട് കേട്ടോ. ഷമാസെ, a journey to Himalaya is always marvel. Is always marvelous.
അല്ലെങ്കിൽ ഈസ് ഓൾവേസ് എ മാർവൽ. രണ്ട് രീതിയിൽ എഴുതാം അഭിനയം. പിന്നെ ഹിമാലയ എന്ന് പറയില്ലേ, ഹിമാലയാസ്, അത് മൗണ്ടൻ റേഞ്ച്, അത് പ്ലൂറലാ. ഹിമാലയാസ്, എ ജേർണി ടു ഹിമാലയാസ് ഈസ് ഓൾവേസ് എ മാർവൽ എന്നും പറയാം. അല്ലെങ്കിൽ പറയാം എ ജേർണി ടു ഹിമാലയാസ് ഈസ് മാർവലസ്. രണ്ടും കറക്റ്റാ. അഡ്ജക്റ്റീവ് ആണെങ്കിൽ എ വേണ്ട, എന്താണ് നൗൺ ആണെങ്കിൽ ഇത് കൊടുക്കണം. എന്ത് കൊടുക്കണം? എന്താ പറയുന്ന പേരെന്താണ്? കോമൺ നൗൺ അല്ല, അതുകൊണ്ട് എ കൊടുക്കണം കേട്ടോ. മാർവലസ് ആണ് ഇപ്പൊ പറഞ്ഞ പ്രവർത്തനം. മാർവലസ് ആണ് അതിന്റെ അഡ്ജക്റ്റീവ് കേട്ടോ. മാർവലസ് കേട്ടിട്ടില്ല പിള്ളേർ. അപ്പൊ മാർവലസിന് ഡബിൾ എൽ ഉള്ളത് കൊണ്ട് ഇതിന് നമ്മൾ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡബിൾ എൽ കൊടുക്കണുണ്ടോ, മാർവൽഡ് എന്നൊക്കെ പറയുമ്പോൾ കേട്ടോ. ഷമാസെ ഒന്ന് നോട്ട് ചെയ്തോണേ, നോട്ട് ദ പോയിന്റ്. ഓക്കെ. Yes, I recently learned that there is a word called trilemma where you have the difficulty between choosing option 1, 3. അത് trilemma ഉണ്ട്. കാരണം വെച്ചാൽ എന്താണെന്നറിയോ, ഡിലമ രണ്ട് കാര്യത്തിലുള്ള ഡൗട്ട്. ഇത് വേണോ അത് വേണോ അല്ലേ, ഇതിലൊന്ന് തൊട്ടേ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും തൊട്ടേ, അതാണ് നമ്മുടെ ഡിലമ. ബട്ട് ട്രിലമ മീൻസ് എൻ്റെ 3 ഓപ്ഷൻ കിടക്കും, എന്നെ ഇപ്പൊ എടുക്കണ്ടേ. ദാറ്റ്സ് ഇറ്റ്. യെസ് യെസ്. അത് ഈ പറയുന്നത് എന്താ പറയുക, പുതിയ വേർഡ് കൗണ്ട് ചെയ്ത് വരുന്നതാണ്. യെസ്. ഷെയറിംഗ് ഇസ് കെയറിംഗ്. യെസ് ഇറ്റ് ഇസ്. കർമ്മ ഈസ് എ ബൂമറാങ്. ആക്ച്വലി ഇറ്റ് ഇസ്. ദ pertaining defense conditions of India is a milestone of upcoming projects which portrays in world history. That's great. Great, Shiny. Reiterating mistakes and correcting it is a common thing happening in this session. Yes, it is. Definitely. അതിനുള്ള ഒരു വേദിയാണ് നമ്മുടെ ഈ സെഷൻ അല്ലേ. Yeah. Let's move to the article, people. Let's move to the article. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്. The Supreme Court, ടൈറ്റിൽ പറഞ്ഞല്ലോ, റിലീഫ് റിബഫ്. റിലീഫ് റിബഫ് നോക്കാം എന്താണ്. The Supreme Court of India has done well to reject stiff opposition from government to giving bail to activists. ഗവൺമെന്റ് എന്ത് പറഞ്ഞു, പറ്റത്തില്ല, ഈ ആക്ടിവിസ്റ്റിന് ഞങ്ങൾ എന്ത് കൊടുക്കത്തില്ല, ബെയിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മോനെ അത് പറ്റത്തില്ല, നിങ്ങൾ ബെയിൽ കൊടുത്തില്ലെങ്കിൽ ആ ബെയിൽ കൊടുക്കാതിരിക്കുന്നത് നമ്മൾ റിജക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ ഒപ്പോസിഷൻ, നിങ്ങളുടെ സ്റ്റിഫായിട്ടുള്ള, നിങ്ങളുടെ ഹാർഷ് ആയിട്ടുള്ള, നിങ്ങളുടെ സിവിയർ ആയിട്ടുള്ള ഒപ്പോസിഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യും. കാരണം അതിനാണ് ഈ സുപ്രീം കോർട്ട് ഇവിടെ ഉള്ളത് കേട്ടോ. അതിനാ മുത്തേ സുപ്രീം കോർട്ട് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സുപ്രീം കോർട്ട്, ഇന്ത്യയുടെ സുപ്രീം കോർട്ട്, നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു വളരെ ഹാർഷായ ഒപ്പോസിഷൻ ഫ്രം ദ ഗവൺമെന്റ്. എന്താ, അവർ ബെയിൽ കൊടുത്തില്ല അയാൾക്ക് കേട്ടോ. അയാൾക്ക് ബെയിൽ കൊടുക്കുന്നതിന് സുപ്രീം കോർട്ടിനോട് എതിർത്തു വരിക. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു നടക്കത്തില്ല മോനെ, ഞാനാ തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടത്. അപ്പോൾ ഹാർഷായിട്ടുള്ള ഒപ്പോസിഷൻ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വന്നപ്പോഴും സുപ്രീം കോർട്ട് തലയുയർത്തിന്ന് പറഞ്ഞു ബെയിൽ കൊടുത്തിരിക്കും, ബെയിൽ കൊടുത്തിരിക്കുമെന്ന്. ഓക്കെ വിശ്വരാജ, ബൈ ബൈ. അപ്പോൾ റിലീഫ് റിബട്ട്. റിബഫ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, റിബഫ് എന്ന് പറഞ്ഞാൽ റിബട്ട് അല്ലേ, റിബഫ് റിജക്ഷൻ അല്ലെ, റിലീഫ് റിജക്ഷൻ. നോക്കാം എന്താണ് അല്ലെ. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്, പീപ്പിൾ. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നോക്കിക്കോ. In granting interim bail to activist Teesta Setalwad, the Supreme Court of India has dealt a firm rebuff to the Gujarat government, which stoutly opposed her release after showing great alacrity in arresting her for pursuing allegations that high functionaries were involved in the Gujarat pogrom of 2002. The order by a bench headed by Chief Justice of India, Justice U.U. Lalit, is limited in scope as it will now be the Gujarat High Court that will decide on the grant of regular bail on merits. However, it's നോക്കിക്കോ പിള്ളേരെ. അപ്പം നോക്കിക്കോ, ഇനി വിജിൻ സാറ് പറഞ്ഞായിരുന്നു അല്ലേ, നവംബർ മാസം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകാൻ പോകുന്നത് അല്ലെ, ഈ മാസം നവംബർ മാസത്തിലോട്ട് ഇലക്ഷൻ നടക്കും. അപ്പോൾ അതിൽ വരുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആകാൻ പോകുന്നത് U.U. ലളിത് ആണ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ അതിനുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. എത്രാമത്തെ, 40ാമത്തെ 45ാമത്തെ അങ്ങനെ ഒന്നും പറഞ്ഞത് ഓർമ്മയുണ്ടോ? 49th ആണോ എനിക്ക് തോന്നുന്നത്, 49th അല്ലേ, അതോ 49th ആണോ എനിക്ക് തോന്നുന്നു, 49th അല്ലേ, 49th. യെസ്, ചീഫ് ജസ്റ്റിസ് ആണെന്നൊക്കെ പറഞ്ഞു. തവണ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു കറണ്ട് അഫയേഴ്സിൽ വരാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ അതൊക്കെ, അത് ഓർത്തോണം. അത് ഡിൻ സാർ പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഇന്ററിം ബെയിൽ, താൽക്കാലികമായിട്ട് ബെയിൽ കേട്ടോ, ഓർക്കണേ, ടെമ്പററി ബെയിലാണ് കൊടുക്കാൻ പറയും നമ്മൾ. ആർക്ക്? ആക്ടിവിസ്റ്റ് ആയ ടീസ്റ്റാ സീതൽവാദ്, പുള്ളിക്കാരിക്ക്. ഇതൊരു ആക്ടിവിസ്റ്റാണ് പുള്ളിക്കാരി. ഇപ്പോൾ എന്തിനെ പറ്റിയാണ് പുള്ളിക്കാരി പറയുന്നത്? അപ്പോൾ സുപ്രീം കോർട്ട് ഡീൽ ചെയ്തു, വളരെ ഫേം റിബഫ് ഉണ്ടായിരുന്നു, റിജക്ഷൻ ഉണ്ടായിരുന്നു. ആരുടെ ഭാഗത്തു നിന്നാ? ഗുജറാത്ത് ഗവൺമെന്റ് ഭാഗത്ത്. ഏത് ഗവൺമെന്റാ? ഗുജറാത്ത് ഗവൺമെന്റ്. കാരണം ഈ പറയുന്ന നമ്മുടെ ഗുജറാത്ത് പോഗ്രോം നടന്ന ഗുജറാത്തിലാണല്ലോ, ഗുജറാത്ത് കലാപം നടന്നത് അല്ലേ, ആ മസക്കർ നടന്ന ഗുജറാത്തിലാണ്. അപ്പൊ ഇവർ വളരെ ഫേമായിട്ട് ഒപ്പോസ് ചെയ്തു, പറ്റത്തില്ല പുള്ളിക്കാരി റിലീസ് ചെയ്യാൻ കേട്ടോ, പറ്റത്തില്ല. കാരണം പുള്ളിക്കാരി ഭയങ്കര ഷോയിങ് ഈഗർനെസ്, കാരണം ഭയങ്കര ഈഗറായിട്ടാണ് പുള്ളിക്കാരി അറസ്റ്റ് ചെയ്ത്. ഈഗർനെസ് ആയിരുന്നു പുള്ളിക്കാരി അറസ്റ്റ്, ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു. അലാക്രിറ്റി ശുഷ്കാന്തി മലയാളത്തിൽ പറഞ്ഞാല്. കാരണം പുള്ളിക്കാരി പെർസ്യൂ ചെയ്തു, പുള്ളിക്കാരി ഫോളോ ചെയ്തു അലിഗേഷൻസ്, ക്ലെയിംസ്. പുള്ളിക്കാരി ക്ലെയിംസ് പറഞ്ഞു അല്ലെ, പുള്ളിക്കാരി കൃത്യമായിട്ട് പുറകെ നടന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഇതിന്റെ മുമ്പിൽ കുറെ ബിഗ് ഫിഷസ് ഉണ്ട് അല്ലെ, കുറച്ച് ബിഗ് ഫിഷസ് ഉണ്ട്. എന്തിന്റെ പുറകില്?
ആരുടെ പുറയിൽ ഈ പറഞ്ഞ കുറച്ച് ഹൈ ഫംഗ്ഷണറീസ് ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. ഈ പറഞ്ഞ പ്രോഗ്രാമിൽ കുറച്ച് ആൾക്കാർ ഇൻവോൾവ് ആണ്. ഹൈ ഫംഗ്ഷൻ ബിഗ് ഫിഷിലെ ഇഡിയമാണ് ബിഗ് ഫിഷ്, ഇൻവോൾവ് ആണെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അതിനെ എതിർത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി പെട്ടെന്ന് പുള്ളിക്കാരുടെ വോയിസ് എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. ആക്ടിവിസ്റ്റുകളെ അകത്താക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, പുള്ളിക്കാരി അറസ്റ്റ് ചെയ്തു. നേരത്തെ തന്നെ ഗുജറാത്ത് ചാടിക്കയറി അറസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ബെഞ്ച് ഓർഡർ ബൈ ബെഞ്ച് ഹെഡഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? ജസ്റ്റിസ് യു ലളിത്. ഇങ്ങനെ ഹെഡായിട്ടുള്ള നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഹെഡായിട്ടുള്ള ബോർഡ് തീരുമാനിച്ചു. ഇവർ ഭയങ്കര ആക്റ്റീവായിട്ട്, ഇപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് പറഞ്ഞു ലിമിറ്റഡ് ഇൻ സ്കോപ്പാണ്, ഭയങ്കര ലിമിറ്റഡ് ഇൻ സ്കോപ്പ്. എന്നാൽ പോലും ഇപ്പോൾ ഇത് ആരുടെ ജൂറിസ്ഡിക്ഷന്റെ കീഴിൽ വരുന്ന, ഗുജറാത്ത് ഹൈക്കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന, എന്നിട്ടും അവർ അതിനെ എതിർത്തിട്ട് പറഞ്ഞു ഇന്ററിം ബെയിൽ കൊടുക്കണം. ദാറ്റ് വിൽ ഡിസൈഡ് ഓൺ ദ ഗ്രാന്റ് ഓഫ് റെഗുലർ ബെയിൽ ഓൺ മെറിറ്റ്സ്. ഗുജറാത്ത് റെഗുലർ ബെയിൽ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഗുജറാത്ത് ഹൈക്കോടതി തീരുമാനിക്കുന്നത്. അതാണ് അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ റെഗുലർ ബെയിൽ കൊടുക്കുന്നില്ലെങ്കിലും ഇന്ററിം ബെയിൽ കൊടുക്കാമല്ലോ. അപ്പൊ അതിനെ എതിർത്തത് കൊണ്ട് അതിൽ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞു പറ്റൂല, ഇത് കൊടുക്കണം എന്നാണ്. ഹവെവർ, എന്നിരുന്നാലും ഇറ്റ്സ് റിയൽ സിഗ്നിഫിക്കൻസ് ഇസ് ദാറ്റ്, അതിന്റെ റിയൽ സിഗ്നിഫിക്കൻസ് ഇസ് ദാറ്റ് a strong pushback against a government that seems intent on keeping her behind bars for daring to assist victims of heinous communal violence in their efforts to seek justice. In an earlier judgment that endorsed the findings of the Special Investigation Team SIT that absolved Narendra Modi and then Chief Minister, the Supreme Court virtually canvassed for the arrest and prosecution of Ms. Seetalwad and former police officers R.B. Srikumar and Sanjeev Bhatt. The court has accused her of keeping the pot boiling in a pejorative reference to the help she rendered to Sakya Jaffrey, among others, in seeking justice for the നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇനി പറയാൻ പോകുന്ന കുറച്ച് എന്താ പറയാ, കുറച്ച് വളരെ എന്താ പറയുക ക്രിട്ടിക്കലായ കുറച്ച് കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചോണം. റിയൽ സിഗ്നിഫിക്കൻസ് ഇതിന് എന്താ വെച്ചാൽ ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പുഷ് ബാക്ക് കിട്ടി. അതായത് പുഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഒരു നെഗറ്റീവ് റെസ്പോൺസ് കിട്ടി. ഒരു നെഗറ്റീവ് റെസ്പോൺസ് കേട്ടോ. അതിനെ പുഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റെസ്പോൺസാണ് കിട്ടിയത് ഇതിനെതിരെ കേട്ടോ. ഇതിനെതിരെ എന്തിനാ? അഗൈൻസ്റ്റ് എ ഗവൺമെന്റ് ദാറ്റ് സീംസ് ഡിറ്റർമിൻഡ്. ഒരു ഗവൺമെന്റ് ഡിറ്റർമിൻഡ് ചെയ്തു. എന്തിനു വേണ്ടി ഡിറ്റർമിൻ ചെയ്തത്? കീപ്പിംഗ് ഹർ, ഇവളെ എന്ത് ചെയ്യണം, പ്രിസണിലാക്കണം. പുള്ളിക്കാരി എന്തായാലും പ്രിസണിലാക്കണം. അല്ല ഇവളെ അകത്താക്കണം. ഇവൾ പണിയാണ്. ഇവളെ നമുക്ക് ഇവിടെ അകത്താക്കിയ പണി പാളും. അല്ല അകത്താക്കിയില്ലെങ്കിൽ പണി പാളും. അപ്പോൾ ഇവിടെ അങ്ങ് അകത്താക്കിയേക്കാം. അപ്പോൾ ഇവിടെ അകത്താക്കിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ദേ വർ റിയലി എന്താ പറയുക ഡെയറിങ് ആയിരുന്നു. വളരെ ഇതോടെ ഫിയർലെസ് ആയിട്ട് അവരെന്ത് ചെയ്തു? അവളെ വിക്ടിംസിനെ അസിസ്റ്റ് ചെയ്തിട്ട്, അല്ലെ ഇവര് എന്താ വെച്ചാൽ വിക്ടിംസിന് ശരിക്കും ഇവരെന്താ ചെയ്തത്? ഈ പുള്ളിക്കാരി എന്താ ചെയ്തത്? വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. വിക്ടിംസിലെ വിക്ടിം ആയപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്തു. കാരണം ഒരു ഹെയ്നസ് ആയിട്ടുള്ള വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള അല്ലെ വളരെ ഈവിൾ ആയിട്ടുള്ള ഒരു ക്രൈം, കമ്മ്യൂണൽ വയലൻസ് അവിടെ നടന്നത്. അതിന് എന്താ അവർക്ക് ജസ്റ്റിസ് വേണം. ആരെ? വിക്ടിംസിന്. അതിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള ഈ ആക്ടിവിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അല്ലേ. നേരായ പാതയ്ക്ക് നേരായ കാര്യങ്ങളുടെ കൂടെ നിന്നു കൊടുത്ത്, അതായത് നന്മ എന്ന് തന്നെ ഞാൻ പറയുന്നില്ല, ശരി കണ്ടപ്പോൾ ശരിക്കെതിരെ ശരിയുടെ കൂടെ നിന്നു കൊടുത്തു എന്നേ പുള്ളിക്കാരി ചെയ്തിട്ടുള്ളൂ. ഏർലിയർ ജഡ്ജ്മെന്റിൽ കൃത്യമായി എന്താണ് പബ്ലിക് സപ്പോർട്ട് കിട്ടി. എന്താണ് പബ്ലിക് അപ്രൂവൽ കിട്ടിയായിരുന്നു. പബ്ലിക്ലി അപ്രൂവ് ചെയ്യപ്പെട്ടായിരുന്നു ഫൈൻഡിങ്സ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് പബ്ലിക്കായിട്ട് ഒരു അപ്രൂവൽ നടത്തിയായിരുന്നു. അപ്പോൾ അപ്രൂവൽ കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആരെയൊക്കെയാണ് SIT വെച്ചിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് നമ്മുടെ എൻഡോഴ്സ് ചെയ്തപ്പോൾ അപ്രൂവൽ കൊടുത്തിട്ട് ആരെയൊക്കെ സോൾവ് ചെയ്തു, ആരെയൊക്കെ നമ്മൾ അക്യൂറ്റ് ചെയ്തു, അതായത് കുറ്റവിമുക്തരാക്കി. ആരെയൊക്കെ അക്യൂറ്റ് ചെയ്തത്? നരേന്ദ്രമോദി, നമ്മുടെ എല്ലാ ടീംസും ഉണ്ട്, മേജർ ആയിട്ടുള്ള ഹൈ ഒഫീഷ്യൽസ് എല്ലാം ഉണ്ട്. ആരൊക്കെ ഉണ്ട്? നരേന്ദ്രമോദിയെ പുറത്ത് അവിടെ ആ സമയത്ത് ഗുജറാത്തിലുണ്ടായിരുന്ന അങ്ങനെയല്ലേ. അപ്പോൾ പുള്ളി ആ സമയത്ത് വാസ് നോട്ട് അവർ പ്രൈം മിനിസ്റ്റർ. ഒന്ന് അപ്പത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു നമ്മുടെ അവിടെ ഗുജറാത്തിലെ. പിന്നെ മാത്രമല്ല സുപ്രീം കോർട്ട് വിർച്വലി ക്യാൻവാസ് ചെയ്തു, എന്താ പറയുക പ്രപ്പോസ് ചെയ്തു ഫോർ ദി പ്രോസിക്യൂഷൻ ഓഫ് അറസ്റ്റ് ആൻഡ് അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഓഫ് സീതൽവാദ് ആൻഡ് ഫോർമർ പോലീസ് ഓഫീസേഴ്സായ R.B. ശ്രീകുമാറിനെ. അങ്ങനെ എന്ത് ചെയ്തു? അപ്പോൾ പുള്ളിക്കാരൻ ആ സമയത്താണ് അവർ നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ വെറുതെ വിട്ടു. അങ്ങനെ നമ്മുടെ സീതൽവാദിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. മാത്രമല്ല ഫോർമർ പോലീസ് ആയിട്ടുള്ള R.B. ശ്രീകുമാർ, അതുപോലെ സഞ്ജീവ് ഭട്ടിനെ ഒക്കെ കാര്യങ്ങളിലോട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു, പ്രോസിക്യൂഷനും ചെയ്യപ്പെട്ടു. അങ്ങനെ കോർട്ട് അക്യൂസ് ചെയ്തു, അവളെ അക്യൂസ് ചെയ്ത് എന്തിനാ? കീപ് ദ പോട്ട് ബോയിലിംഗ്. ഇപ്പോഴും കോർട്ട് അവളെ അക്യൂസ് ചെയ്തു കേട്ടോ. ഈ പറയുന്ന സീതൽവാദിനെ അക്യൂസ് ചെയ്ത് പറയാണ് ഇപ്പോഴും എന്തിനാ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും അത് കഴിഞ്ഞ കാര്യമല്ലേ അല്ലേ, അത് കഴിഞ്ഞു, അത് ആറിയ കഞ്ഞിയല്ലേ അല്ലേ എന്നാണ് പറയുന്നത്, പഴങ്കഞ്ഞിയായില്ലേ ഇനി എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും
ഷി വാസ് സ്റ്റിൽ ഗോയിങ് ബിഹൈൻഡ് ദ എഫേർട്ട് ഓഫ് സീക്കിംഗ് ജസ്റ്റിസ് ആണ്. അപ്പോഴാണ് ഒരു ഡെറഗേറ്ററി റെഫറൻസ് പുള്ളിക്കാരി കൊടുത്തു. ഇന്ന ഡെറഗേറ്ററി കേട്ടോ, അതാണ് നമ്മൾ ഒരിക്കലും ഡെറഗേറ്ററി റെഫറൻസ് കൊടുക്കാം, അത് കോർട്ടിന്റെ ഭാഗത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വെരി ബാഡ് അല്ലേ. റെഫറൻസ് കൊടുത്തു ആൻഡ് പുള്ളിക്കാരി ഹെൽപ്പ് കൊടുത്തു അല്ലേ. ഷീ റെൻഡേർഡ് ടു ഹെൽപ്പ് റെൻഡർ ചെയ്തു, സാക്യ ജാഫ്രിക്ക് കൊടുത്തു, അമ്മങ് അതേഴ്സിന് കൊടുത്തു, ഹെൽപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ് ഡെറഗേറ്ററി ആയിട്ട് വളരെ മോശമായ രീതിയിലാണ് പുള്ളിക്കാരി അഡ്രസ്സ് ചെയ്തത്. അങ്ങനെ കാര്യം എന്തുകൊണ്ടാണ്? ജസ്റ്റിസ് സീക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം സാക്യ ജാഫ്രിക്ക് അവരെന്തിനു വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്തത്? അവരുടെ ഹസ്ബൻഡ് എഹ്സൻ ജാഫ്രി മരിച്ചു, ഡെത്ത് അല്ലെ. പുള്ളി ഈസ് എ ഫോമർ MP ആൻഡ് മെനി അതേഴ്സ്. ഈ മോബ് അറ്റാക്കിൽ ഒരുപാട് പേര് മരിച്ചു ഓൺ ഗുൽബർഗ് സൊസൈറ്റി ഇൻ അഹമ്മദാബാദിൽ വെച്ചിട്ട്. ഗുൽബർഗ് സൊസൈറ്റിയിൽ വെച്ചിട്ട് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിരുന്നു ഈ പറഞ്ഞ നമ്മുടെ മോബ് അറ്റാക്കിൽ വെച്ചിട്ട്. അപ്പൊ അതിനെതിരെ ജസ്റ്റിസ് സീക്കണം, എന്താ നടന്നതെന്ന് അറിയണം അല്ലെ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അവർ അത് മാത്രമേ പറയുള്ളൂ, അതാണ് അവർക്ക് വേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് അവർ പൊരുതിയത് അല്ലെ. In cases registered in response to Supreme Court's orders, the three have been accused of being part of a conspiracy to forge documents and present false evidence in court to implicate political leaders. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എങ്ങനെയാണ് കേസ് പോയതെന്ന് വെച്ചാൽ, ഈ 3 പേരെയും നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു? അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? നമ്മുടെ ആരൊക്കെയാണെന്നറിയോ? സേതൽവാദിനെയും RB ശ്രീകുമാർ, അവിടുത്തെ പോലീസ് ഓഫീസറിനെ, ഫോർമർ പോലീസ് ഓഫീസറായ RB ശ്രീകുമാറിനെയും അതുപോലെ സഞ്ജീവ് ഭട്ടിനെയും അറസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? ഇവർ 3 പേരും കൂടെ കൂടിയിട്ട് കോൺസ്പിറസിയുടെ ഭാഗമായിട്ട്, സ്കീമിന്റെ ഭാഗമായിട്ട് ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തെന്നും ഫോൾസ് എവിഡൻസ് വെച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കേസ്. അതുകൊണ്ടാണ്. എന്നിട്ട് ഫോൾസ് എവിഡൻസ് കൊടുത്തു. ആർക്കെതിരെ ഇവർ ഫോഴ്സ് ചെയ്ത്? നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, നല്ല കറക്റ്റായിട്ട് പോകുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻക്രിമിനേറ്റ്, അവരെ ക്രിമിനൽ ആണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അവർ ചെയ്യുന്ന ഒരു കള്ളക്കളിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ 3 പേരെ അറസ്റ്റ് ചെയ്തത്. അതാണ് ഇവിടെ പരിപാടി നടന്നേക്കണേ കേട്ടോ. അതാണ് ഇപ്പോഴത്തെ കഥ. ഇനി നമുക്ക് ബാക്കി എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. What has happened? What has happened? We don't know അല്ലേ. Supreme Court raised some sharp and pertinent questions to the state government represented by the Solicitor General of India during the arguments. A key consideration was the unusually long postponement of the bail hearing before the Gujarat High Court, which had issued notice to police returnable after nearly 6. നോക്കാം. പറഞ്ഞു എന്ന് സുപ്രീം കോടതി വളരെ ഹാർഷായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മുടെ കുറച്ച് പെർട്ടിനന്റ് ആയിട്ടുള്ള, വളരെ സൂട്ടബിൾ ആയിട്ടുള്ള, കുറച്ച് ആപ്റ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു. ആരോട്? സ്റ്റേറ്റ് ഗവൺമെന്റിനോട്, ഗുജറാത്ത് ഗവൺമെന്റിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ഈ കാണിക്കുന്നല്ലേ? അത് റെപ്രസെന്റ് ചെയ്യുന്ന സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇത്രയും താമസിപ്പിക്കേണ്ട കാര്യം എന്താ? എന്തിനാണ് ബെയിൽ ഹിയറിംഗിന് ഇത്ര താമസം കൊടുക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്? അതെന്താണ്? നമുക്കൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയർലി 6 വീക്കിനുള്ളിൽ ചെയ്യേണ്ട കാര്യമാണ്. 6 വീക്സ് കഴിഞ്ഞിട്ടും അതിന് ഒരു അനക്കവും ഇല്ല, ഒരു ആളും അനക്കവും ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ആ ബെയിലിനൊരു ജസ്റ്റ് ഒരു റിപ്ലൈ എങ്കിലും കൊടുക്കേണ്ടതാണ്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഗിവൺ. ഇത്രയും വെച്ച് നീട്ടി പോസ്റ്റ്പോൺമെന്റ് നടത്തേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ് എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഓക്കെ. വൈൽ ദ സോളിസിറ്റർ ജനറൽ raised a technical objection to Ms. Setalwad approaching the Supreme Court even while the High Court proceedings were on, the bench was of the view that such a long adjournment may warrant interim bail until it is heard. Ultimately, the bench has clarified that the High Court will take an independent view without being influenced by any of its observations. It also seems to have taken into account a provision in the law that allows grant of bail on the ground that the accused is a woman. Noting that the documents allegedly forged and submitted in court pertained to prior to 2012 and considering that she has been in അപ്പോൾ സോളിസിറ്റർ ജനറൽ ഒരു ടെക്നിക്കൽ ഒബ്ജക്ഷൻ റേസ് ചെയ്തു അല്ലെ. റേസ് ചെയ്യുക മീൻസ് ബ്രിങ് അബൌട്ട് അല്ലെ. മുന്നോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ല, ഉയർത്തിയിട്ട് പറഞ്ഞു. പുള്ളിക്കാരി പുള്ളിക്കാരിയോട് സേതൽവാദിനോട് അപ്രോച്ച് ചെയ്തത് അല്ലെ. പുള്ളിക്കാരി സുപ്രീം കോടതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിനോടൊരു ടെക്നിക്കൽ ഒബ്ജക്ഷൻ പറ്റത്തില്ല, സുപ്രീം കോടതിനെ പോയി കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ഹൈക്കോർട്ട് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതിനെ കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ സോളിസിറ്റർ ജനറൽ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്തായിരുന്നു. അപ്പോൾ ബെഞ്ചിന്റെ വ്യൂ ഇതായിരുന്നു. ബെഞ്ചിന്റെ വ്യൂ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയ യു ലളിത്തിന്റെ ബെഞ്ച്, അവർ അടങ്ങിയ ഹെഡ് ചെയ്തിരിക്കുന്ന ബെഞ്ച് പറഞ്ഞതായിരുന്നു, ഇത്രയും വലിയൊരു ലോങ് അഡ്ജേൺമെന്റ് നടക്കുകയാണ്, ഇത്രയും വലിയൊരു സസ്പെൻഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ററിം ബെയിൽ ചെയ്യാൻ പറ്റും. അത് കേട്ടില്ലെങ്കിൽ അത് കേൾക്കുന്നത് വരെ, അതായത് ബെയിൽ ഹിയറിംഗ് വരെ, അതായത് ബെയിൽ കേൾക്കാൻ ഇവർ തരുന്നില്ലല്ലോ, റെഡി ആവുന്നില്ലല്ലോ, ഒരു റിക്വസ്റ്റ് പോലും കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് അതിന് റിപ്ലൈ പോലും കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇന്ററിം ബെയിൽ കൊടുക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിയമം. അത് പറഞ്ഞില്ല, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം, ഇന്ററിം ബെയിലിനെ പറ്റി. അൾട്ടിമേറ്റ്ലി പിന്നെ അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ബെഞ്ച് ക്ലാരിഫൈ ചെയ്ത് ഹൈക്കോടതിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു രീതിയിലുമുള്ള
ഇൻഫ്ലുവൻസ് നമ്മളെ നോക്കുന്നല്ല. വിൽ ടേക്ക് എൻ ഇൻഡിപെൻഡന്റ് വ്യൂ, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു വ്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിൽ ഒരു ഒബ്സർവേഷൻസ് നമ്മൾ ഇൻഫ്ലുവൻസ് ആവത്തില്ല. മാത്രമല്ല വിൽ ടേക്ക് ഇൻ ടു അക്കൗണ്ട്, നമ്മൾ എന്താ മുഖവരയ്ക്ക് എടുക്കുക, ടേക്ക് ഇൻ ടു അക്കൗണ്ട് മുഖവരയ്ക്ക് എടുക്കുക അല്ലെ, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ബ്രിങ് ഇൻ ടു ആക്ഷൻ അല്ലെ, എന്ത് കാര്യത്തിലാണ് മുഖവരയ്ക്ക് എടുക്കുക. പ്രൊവിഷൻ ഇൻ ദ ലോ, ലോയിൽ എന്താ പ്രൊവിഷൻ ഉള്ളത്, ലോ എന്താ പറയുന്നത്, നിയമം നിഷ്കർഷിക്കുന്നതനുസരിച്ച് ഗ്രാൻഡ് ഓഫ് ബെയിൽ ഓൺ ദ ഗ്രൗണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ ഗ്രൗണ്ട് എന്താ, ഓൺ ദ ബേസിസ് ദാറ്റ് അക്യൂസ്ഡ് ഒരു വുമൺ ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു ഉറപ്പായിട്ടും അവർക്ക് ബെയിൽ കൊടുക്കാം എന്നുള്ളതും അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലോയിൽ ഉള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്കിപ്പോൾ ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ ആ ആനുകൂല്യം നമ്മൾ മേടിച്ചെടുക്കണം. കാര്യം അനാവശ്യമായിട്ട് നമുക്കെതിരെ തള്ളിക്കേറി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വേണ്ടെടുത്ത് പ്രവർത്തിക്കണം, അത് ഉറപ്പായിട്ടും വേണം. അവിടെ നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പം അങ്ങനെയാണ് ലോ പറഞ്ഞേക്കണേ. മാത്രമല്ല നോട്ടിംഗ് ദാറ്റ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഡോക്യുമെന്റ്സ് അലജ്ഡി ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് കോർട്ടിലോട്ട് കൊടുത്തിട്ടുണ്ടെന്നും എന്ന് പറയുന്നു അല്ലെ, അത് പെർട്ടിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പീരീഡ് പ്രയർ ടു 2012 മുമ്പുള്ള പീരീഡിൽ പ്രയർ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഇങ്ങനെ അലജ്ഡ് ക്ലെയിം ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, ഫോർജ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നതെങ്കിൽ, considering that she has been in custody for over 2 months and had been interrogated in custody for 7 days, the bench rightly felt that granting interim bail would be quite an order. പറയുന്നതെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി 2 മാസത്തിലധികം കസ്റ്റഡിയിലായിരുന്നു. ഒന്ന്, അപ്പൊ എങ്ങനെയാ ഫോർജ് ചെയ്യുന്ന കാര്യത്തെ പറ്റി ഒന്ന് ആലോചിച്ചോണം, ഒന്ന് യുക്തിപരമായി ചിന്തിക്കണം. മാത്രമല്ല ഷി ഹാസ് ബീൻ ഇന്റർഗേറ്റഡ്, പുള്ളിക്കാരി വാസ് ഇന്റർഗേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു, ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു കസ്റ്റഡിയിൽ വെച്ച് 7 ദിവസങ്ങളോളം. അപ്പൊ ബെഞ്ച് പറയുന്നു അങ്ങനെ ചെയ്യപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരിക്ക് ഒരു ഇന്ററിം റിലീഫ് കൊടുക്കണം. അതാണ് ക്വയറ്റ് ഇൻ ഓർഡർ, അതാണ് ശരിക്കും അവിടെ ചെയ്യേണ്ട കാര്യം. The relief given to Miss Setal should be welcomed by those who value personal liberty and as well as activism in support of the vulnerable. അല്ലെ, പേഴ്സണൽ ലിബർട്ടിയെ മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെ, അതുപോലെ ആക്ടിവിസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ. കാരണം എന്താ, വൾണറബിൾ ആയ ഒരുപാട് പേരുണ്ട്, അവർക്കൊന്നും വോയിസ് ഇല്ല. ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ആണ് ആക്ടിവിസ്റ്റുകൾ. ആക്ടിവിസ്റ്റ് ആർ ദ വോയിസസ് ഓഫ് ദ വോയിസ്ലെസ് ആണ്. വൾണറബിൾ ആയ സെഷൻസ് ഒരുപാട് വേണ്ട, അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുപോലില്ല ബിക്കോസ് ഓഫ് ദർ സാഹചര്യം ആണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരെ കൊണ്ട് പറ്റുന്നില്ല, ഫിനാൻഷ്യലി ബാക്കപ്പ് ഒന്നുമില്ല അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിസ്റ്റുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കണമല്ലോ. സോ ദിസ് ഇസ് പ്യോർലി അനലിറ്റിക്കൽ ആയിട്ടൊരു ആർട്ടിക്കിളാണ്, ക്ലിയർ കട്ടായിട്ട് അനലിറ്റിക്കൽ ആണ്. ഐ വിൽ നെവർ സേ ദാറ്റ് ഇറ്റ് ഇസ് ഒരു ആർഗ്യുമെന്റേറ്റീവ് ആണെന്ന് പറയില്ല, ബട്ട് ഇറ്റ്സ് ക്ലിയർലി അനലിറ്റിക്കൽ പ്ലസ് ഇറ്റ് ഇസ് ഓൾസോ ഇൻഫോർമേറ്റീവ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറയൂ. യെസ്, 49th ആണല്ലോ. യെസ്, 49th ആണ്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആണ് യു ലളിത് അല്ലേ. റിൻസാർ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, 49th യു ലളിത് ആണ്, അടുത്ത വരാൻ പോകുന്ന 50th ആണെന്നൊക്കെ പറഞ്ഞല്ലേ, അതാണ്. യെസ്, പ്രൊക്യൂറിംഗ് ഹിസ് ടാർഗറ്റ് ഇസ് എ കൺട്രം ആൻഡ് ദ എഫേർട്ട് ഇസ് ഗോയിങ് ഓൺ. യെസ്, പിള്ളേരെ ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടെ, മനസ്സിലായോ? ആൻഡ് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് വൺ അല്ലെ. ആർട്ടിക്കിൾ നല്ലൊരു ഗ്രേറ്റ് ആണ്, ഒരു പോസിറ്റീവ് ഒരു ആർട്ടിക്കിളാണ്. സുപ്രീം കോർട്ട് ആവശ്യമായ കാര്യങ്ങൾ ഇടപെടുന്നു പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം അല്ലേ, കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഹാ അല്ലേ. സോ ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോളൂ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ലൈക്ക് ഇടുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പും കിട്ടേക്ക് കേട്ടോ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പും കിട്ടേക്ക്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു അവർ ക്വസ്റ്റ്യൻ. ഞാൻ വീണ്ടും പറയാണ്, ഹൈക്കോർട്ടിന്റെ ഡ്രൈവർ കോംപ്രഹെൻസീവ് ബാച്ച്. ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഷോഫർ പോസ്റ്റായിട്ട് വിളിച്ചേക്കുന്ന ഷോഫർ എന്നവർ വിളിക്കുന്നതന്നെ കോർട്ടിലെ നമ്മുടെ നമ്മുടെ ജസ്റ്റിസിന്റെ ജഡ്ജിന്റെ ഡ്രൈവറാ, സാരഥിയായിട്ട് നിങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് 9 മണിക്ക് കേട്ടോ, ഇന്ന് 9 മണിക്ക് റിജിൻ സാറും ഷഫീഖ് സാറോട് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിജിൻ സാറിനും ഷഫീഖ് സാറും നിങ്ങൾക്ക് 9 മണിക്ക് സെഷൻ ഉണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് കേട്ടോ, ഇന്ന് രാത്രി 9 മണിക്ക് ഒരു സെഷൻ ഉണ്ട്, നിങ്ങളത് കേട്ടാൽ മതി. ഈ ഒരു കോഴ്സ് 1952 രൂപയ്ക്ക് വിത്ത് ഡിസ്കൗണ്ട് 1952 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇറ്റ്സ് എ ഗ്രേറ്റ് വേ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഡ്രൈവിംഗ് അറിയാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അത്യാവശ്യം പ്രാക്ടിക്കൽ സൈഡിൻ്റെ അറിയാമെങ്കിൽ ബാക്കി സ്പെഷ്യൽ കോഴ്സ് റിജിൻ സാർ എടുക്കുന്ന സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി GKയും കറണ്ട് അഫയേഴ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ GKയും കറണ്ട് അഫയേഴ്സും പിന്നെ ഇൻ്റർവ്യൂ, യെസ് ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും കംപ്ലീറ്റ്ലി റിജിൻ സാർ എടുത്തു തരുന്നത്. ബാക്കി GK നമ്മുടെ GK ഫാക്കൽറ്റീസ് എടുത്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം ആൻഡ് നിങ്ങളെ പക്കായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ പരമാവധി ജോയിൻ ചെയ്യുക, കാരണം നല്ല അവസരങ്ങൾ കിട്ടില്ല. PSC എക്സാംസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചാടിക്കറി അപ്ലൈ ചെയ്യും. ഇതൊക്കെ പലരും അറിയാതെ പോലും പോകാറുണ്ട്, പലരും അപ്ലൈ ചെയ്യുമ്പോൾ പേടിക്കുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. കാരണം വെച്ചാൽ നല്ലൊരു സ്ഥിര വരുമാനമുള്ള ജോലിയല്ലേ. ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യും, കാരണം നല്ലൊരു പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ജോലി ചെയ്യാം. അല്ലാതെ നമ്മൾ ഡ്രൈവറായിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ല റിലാക്സ്ഡ് ആയിട്ട് ഡ്രൈവിങ്ങിൻ്റെ ഒരു പോസ്റ്റ് ചെയ്യാം. അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യം. അതും സുപ്രീം കോടതി, ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ടിലല്ലേ ജോലി, എന്നാ വേണം പിന്നെ അല്ലേ.
അതുപോലെ തന്നെ ഓർക്കുക, കോഡ് മറക്കേണ്ട Y314 എന്ന കോഡ് ഉപയോഗിക്കുക, Y314 എന്ന കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാം കേട്ടോ. 10th മെയിൻസിന്റെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. 2350 രൂപയാണ് കോഴ്സ് ഫീ. അവസാന നിമിഷം പഠിക്കാം, മുഹൂർത്തത്തിൽ പഠിക്കാൻ വേണ്ടി നിൽക്കല്ലേ പിള്ളേരെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. Y314 Y314 എന്ന കോഡ് ഉപയോഗിക്കുക, പർച്ചേസ് ചെയ്യുക, വേറെ ഒന്നും ആലോചിക്കേണ്ട. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു, ഫിസ്ക്കൽ അതോറിറ്റീസ് ഷുഡ് സ്പർ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ് ടു എയ്ഡ് ഫാസ്റ്റർ റിക്കവറി. ഇതായിരുന്നു ക്വസ്റ്റൻ. ഇതിന്റെ ആൻസർ കുറച്ച് പേരൊക്കെ തന്നു, കുറച്ച് പേരൊന്നും തന്നിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ സ്പോട്ട് ദർ ക്വസ്റ്റൻ ഇടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, അല്ലേ? സ്പോട്ട് ദർ ക്വസ്റ്റൻ എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്കിപ്പോൾ സ്പോട്ട് ദർ ക്വസ്റ്റൻ ഇട്ടിട്ട് അതിൽ പഠിച്ച് ആൻസർ എഴുതിയിട്ടുണ്ട് നാളെ മാർക്ക് കിട്ടുമോ? ഇല്ല പിള്ളേരെ, ഇല്ല. കാരണം ഞാൻ എക്സാം എഴുതാൻ പോകുന്നില്ല, നിങ്ങളാണ് എക്സാം എഴുതാൻ പോകുന്നത്. എനിക്ക് സ്പോട്ട് ദർ ക്വസ്റ്റൻ നിങ്ങൾ എഴുതി നിങ്ങൾ ആൻസർ കറക്റ്റ് ആക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അത് കൂടുതൽ വേറെ ഒന്നും എനിക്കില്ല. അപ്പോൾ പ്ലീസ് ഗിവ് മീ ദി ആൻസർ. എന്താണ് ഇതിന്റെ ആൻസർ? കുറച്ച് പേര് ആൻസർ തന്നു കേട്ടോ. ആൻസർ ഈ ക്ലാസ് കഴിയുമ്പോൾ കോമന്റ് ബോക്സിൽ കോമന്റ് സെക്ഷനിൽ തരാൻ മറക്കരുത്. എന്താണ്? ഫിസ്ക്കൽ അതോറിറ്റീസ് ഷുഡ് സ്പർ ചെയ്യണം, എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റ് ചെയ്യണം. എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യണം? കൺസംഷനും വേണം ആൻഡ് ഇൻവെസ്റ്റ് ടു എയ്ഡ് ഫാസ്റ്റർ റിക്കവറി. ഇവിടുത്തെ എന്താണ് എറർ എന്ന് പറയാമോ? ഇന്നലെ ഞാൻ ഇതേ കൂട്ടി പറഞ്ഞായിരുന്നു, നമ്മൾ സെന്റൻസ് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞായിരുന്നു. പറയൂ, ആൻസർ പറയൂ, വേഗം. Can I get answers? ആരെങ്കിലും ഒരാളെങ്കിലും ആൻസർ തന്നാലല്ലേ എനിക്ക് എന്താ പറയാ, ഐ ഡിഡ് ഇറ്റ് എന്ന് തോന്നുള്ളൂ. പറയോ, ആൻസർ വരുമോ? ആൻസർ വരൂ. ആൻസറിനായി ഞാനിങ്ങനെ കാത്തിരിക്കുവാണ്. Can I get the answer, people? തരൂ ആൻസർ. ആരും തരില്ല, ഞാൻ തന്നെ പറയണോ? അങ്ങനെയാണ് സ്പോട്ട് ദർ ഞാൻ നിർത്താം അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നോക്ക് പിള്ളേരെ. ആൻഡ് എന്ന് പറയുന്നത് എന്താ? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പ്രത്യേകത വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് എന്താ കൊടുത്തേക്കുന്നത്? ക്ലോസ് ആണോ? ഇവിടെ ഒരു ക്ലോസ് അല്ല കൊടുത്തേക്കണേ. ഇവിടെ കൊടുത്തേക്കുന്നത് ഫിസ്ക്കൽ അത് ഒറ്റ സെന്റൻസ് ആയത്, അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ ഇതിൽ രണ്ട് ക്ലോസുകൾ കണക്ട് ചെയ്യാനുണ്ട്, രണ്ട് വേർഡുകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫിസ്ക്കൽ അതോറിറ്റീസ് ഷുഡ് സ്പർ കൺസംഷൻ. കൺസംഷനെ കൊടുക്കണം. കൺസംഷൻ ഇസ് എ നൗൺ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? ആൻഡ് എന്ത്? ടു അവോയ്ഡ്. ഇവിടെ ടു ഇൻഫിനിറ്റീവ്. അപ്പൊ ടു ഇൻഫിനിറ്റീവ് വന്നപ്പോൾ തന്നെ മനസ്സിലായി വേറൊരു ക്ലോസ് അല്ല. ടു ഇൻഫിനിറ്റീവ് ആകുമ്പോൾ വേറൊരു ക്ലോസ് അല്ല. ഇൻഫിനിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓർത്തോ, അത് സെയിം സെന്റൻസ് ആണ് അല്ലേ? ഇൻഫിനിറ്റീവ് വന്നിട്ടുള്ളതുകൊണ്ട് സെയിം സെന്റൻസ് ആണ് പോകുന്നത്, വേറെ ക്ലോസ് അല്ല. അപ്പോൾ ടു എയ്ഡ് ഫാസ്റ്റർ റിക്കവറി എന്ന് പറയുമ്പോൾ ടു ഇൻവെസ്റ്റ് എന്നുള്ള വേർബ് അവിടെ കൊടുക്കുമോ? ഉണ്ട്, അത് തെറ്റാ. എന്നെ അവിടെ കൊടുക്കണം. അവിടെയും നൗൺ തന്നെ വരണം. എന്ത് കൊടുക്കണം? ഇൻവെസ്റ്റ്മെന്റ് എന്ന് കൊടുക്കണം. നൗൺ ആണ് വന്നിരിക്കുന്നതെങ്കിൽ രണ്ട് എടുത്തും നൗൺ. ബിക്കോസ് എന്താ, നമുക്ക് എന്താ വേണ്ടത്? ആൻഡ് എന്ന് പറയുന്ന നമ്മുടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷന്റെ കൂടെ നമ്മൾ സെയിം പാർട്സ് ഓഫ് സ്പീച്ച് കീപ്പ് ചെയ്യണം. ബിക്കോസ് ഇവിടെ പാരലലിസം കീപ്പ് ചെയ്യണം എന്നുള്ളൊരു റൂളുണ്ട്. നമ്മൾ പഠിച്ചു. ഫാസ്റ്റർ റിക്കവറിക്ക് പോലെ ഫാസ്റ്റ് പോരാ, അത് വേണ്ട. കാരണം അറിയാം, ഫാസ്റ്റ് റിക്കവറി കറക്റ്റ് ആണ്, ഫാസ്റ്റർ റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൈമിൾട്ടേനിയസ് ആയിട്ട് ഇൻക്രീസോ സൈമിൾട്ടേനിയസ് ആയിട്ട് ഡിക്രീസോ വരുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റർ ഉപയോഗിക്കാം, സെക്കൻഡ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഉപയോഗിക്കാം, കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാം. ദാറ്റ് ഇസ് റൈറ്റ്, ദാറ്റ് ഇസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. അതിലൊരു തെറ്റുമില്ല കേട്ടോ പിള്ളേരെ. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. അതുപോലെ തന്നെ ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, പിന്നെ തെറ്റിക്കണ്ട കേട്ടോ. ഇതൊന്ന് മനസ്സിലായെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇന്നത്തെ ക്വസ്റ്റൻ പിടിച്ചോ. ഇന്ന് 3-ാം തീയതിയത്തെ ക്വസ്റ്റൻ ഇതാണ്. വാട്ട് ഹാസ് ഇന്ത്യ ഡെമോൺസ്ട്രേറ്റഡ് ഈസ് ദ കപ്പാസിറ്റി ടു ഡെവലപ്പ് എ carrier, although it has been operating these ships for over 60 years. What has India demonstrated is the capacity to develop a carrier, although it has been operating these ships for over 60 years. INS വിക്രാന്തിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് ബോക്സിൽ തരാം, കോമന്റ് സെക്ഷനിൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. 2 ടെലിഗ്രാം ചാനലുണ്ട്. KPSC ഷുവർ ഷോട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ Adda247 കേരള സെൻട്രൽ എക്സാം. 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ബി അപ്ഡേറ്റഡ്, ബി വിത്ത് us, എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് യുവർ എഫേർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ് മസ്റ്റ് ആയിട്ടും തരാം, സജഷൻസ് തരാം, ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഷെയർ ടു മാക്സിമം, നിങ്ങൾ പറ്റുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. അതുപോലെ നിങ്ങൾ കീപ് വാച്ചിങ് കേട്ടോ. വീണ്ടും കാണാം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ ആൻഡ് യു വാച്ചിങ് Adda247 മലയാളം ചാനൽ. എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. എൻ്റെ ടെലിഗ്രാം ചാനൽ ഓപ്പൺ ടെലിഗ്രാം ചാനൽ ഡെയിലി ക്വിസസ് ഉണ്ട്. നമ്മുടെ നോട്ടൊക്കെ അവിടെ തരും. ഇംഗ്ലീഷ് വിത്ത് റിന്റു. താങ്ക് യു സോ മച്ച് എവ്രി വൺ. കീപ് സേഫ്, ബി ഹെൽതി, ബി സേഫ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. നാളെ നമ്മൾ കാണില്ല, ബട്ട് മൺഡേ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും വിത്ത് പൂർവാധികം ശക്തി. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.